ഗൈസ് ഇത് നമ്മൾ ഈഗോ പ്രശ്നമാണ്. അനീഷ് ജയിച്ചിരിക്കണം, എന്ത് വില കൊടുത്ത് അനീഷിനെ ജയിപ്പിക്കണം. ഞാൻ കാര്യം പറയാലോ, അഖിൽമാരൊന്നും ഫോളോ ചെയ്യാനൊന്നും വേർത്തല്ല ഇന്ന് മനസ്സിലാടാ. ഞാൻ ഫോളോ ചെയ്ത, ഞാൻ കാര്യം പറയല. ഈ ചങ്ങായി ഈ പറയുന്ന വർത്താനം നിങ്ങളൊന്ന് കാണണം. ഇതെവിടെ സൗണ്ടില്ലല്ലോ ഇതിന്. ഇതിൽ പറയുന്ന എത്രാമത്തെ മിനിറ്റിലോ വ്യാഖ്യാനങ്ങളുണ്ട്, കോമണർ, കർഷകൻ, മറ്റു തുടങ്ങിയ പല വ്യാഖ്യാനങ്ങളും. ഇയാൾക്ക് അഡീഷൻ അത്രയും വെറുപ്പാണ്. അനുമോള് ചോദിക്കാൻ ഇയാൾക്ക് അത്രയും ആഗ്രഹമാണ്. അതിന് വേണ്ടിട്ടാണ് എനക്കറിയില്ല. ഈ സെലിബ്രിറ്റികളെ സപ്പോർട്ട് ചെയ്യും. ഈ ടി വി സ്റ്റാർസ് മനസ്സിലായി. ഈ സീരിയലാറ് സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഈ അനുമോളെ എല്ലാ സെലിബ്രിറ്റീസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനീഷിന്റെ സെലിബ്രിറ്റികൾ ആരും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇയാൾക്ക് ഭയങ്കര സപ്പോർട്ട് കുറവ്. ഇയാളൊരു സാധാരണക്കാരനായിട്ട് അടിയിൽ നിൽക്കുന്നത് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യാന്ന് വിചാരിച്ചത് ഇറങ്ങിയത്. അല്ലാണ്ട് പൈസ വാങ്ങിയിട്ട് പറയുന്ന പരിപാടി ഉണ്ടല്ലോ മോനെ, അത് എന്തൊരു വൃത്തികെട്ട. എന്നാ ഓക്കെ, എന്തെങ്കിലും ഒരു തെളിവോ എന്തിൻ്റെങ്കിലും ഒരു അടിസ്ഥാനത്തിലോ പറയുന്നെങ്കിൽ ഓക്കെ. ഇത് എന്തൊരു വർത്താനം ഇയാൾ പറയുന്നത്. നിക്ക് ഇയാളൊരു പറയാലോ 10 മിനിറ്റ് വീഡിയോ ഇത് കണ്ടു തീർക്കുമ്പോഴേക്ക് സമയം എടുക്കും. ഞാൻ എന്നെ കുറിച്ച് പറയുന്ന ഭാഗം ഞാൻ കാണിച്ചു. കഴിഞ്ഞ വർഷം തൊപ്പി വോട്ട് ചോദിച്ചത് ജിൻഡോയ്ക്ക് വേണ്ടിയായിരുന്നു. അതെങ്ങനെയാണ് ആ വോട്ട് തൊപ്പി ചോദിക്കാനുണ്ടായ കാരണം എന്നത് എനിക്കന്ന് അറിയാം, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് വോട്ട് ചോദിക്കുന്നത് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഒന്ന് തെളിയിച്ച വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യമാണല്ലോ. വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യമാണല്ലോ. ആ കാര്യം ഒന്ന് പറഞ്ഞാൽ മതി, ഒന്നും വേണ്ട. അടുത്തൊരു വീഡിയോ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടോ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് ആ വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യം തമ്പുരാനൊന്ന് മൊഴിഞ്ഞാൽ മതി. ഓക്കെ, ആ മൊഴിഞ്ഞൊന്ന് എനിക്കൊന്ന് കേട്ടാൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൂഫ് എന്താ വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യം എന്ന് പറയുന്നത്. ഇയാളെല്ലാം അറിയുന്ന കാര്യമാണ്. ഇയാൾക്ക് കണക്ഷൻസ് ഉണ്ട്, ഇയാൾക്ക് എന്തെല്ലാം അറിയാൻ പോലും. അങ്ങനെയാണെങ്കിൽ അതിനൊരു പ്രൂഫ് കാണിക്കുക. അല്ലെങ്കിൽ അറിയുന്ന കാര്യം പറ. ആര് പറഞ്ഞു, എങ്ങനെ ഇത് ഇങ്ങനൊരു ഇൻഫർമേഷൻ നിങ്ങൾ ഉണ്ടാക്കി? ഓക്കെ, ആ ഒന്ന് പറ. ഓക്കെ, ഇത് സംഭവം എന്താ അറിയോ, ഇവന്മാരെല്ലാം ഫീൽഡ് ഔട്ട് ആവും. ഇവന്മാരെല്ലാം പണ്ട് ഭയങ്കര സംഭവമായിരുന്നു, ശരി തന്നെയാണ്. ഇയാളെല്ലാം ഫീൽഡ് ഔട്ട് ആകുമ്പോഴേക്ക് ഈ തൊപ്പിന്റെ നെഞ്ചത്തേക്ക് കയറുന്ന പരിപാടി ഉണ്ട്. ഇതിപ്പോ ഒരു ട്രെൻഡാണ്. ഈ ഫീൽഡ് ഔട്ട് ആകുന്ന കളവന്മാരെല്ലാം തൊപ്പിന്റെ നെഞ്ചത്തേക്കാണ്. ഇത് വൃത്തികെട്ട പരിപാടിയാണ്. ഞാൻ കാര്യം പറയാല, വൃത്തികെട്ട പരിപാടിയാണ്. എന്തെങ്കിലും ഒരു തെളിവില്ലാണ്ട് നീ നാണം കെട്ടും അഖിലിനെ നിനക്കറിയില്ല. അറിഞ്ഞുകൊണ്ട് തന്നെ നീ വള്ളി ഞാൻ പിടിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് തന്നെ നീ വള്ളി പിടിക്കുന്നത്. കാരണം ഇയാൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ നല്ല ബെസ്റ്റാന്ന് എനിക്കറിയാം. കാരണം ഇത്രയും കാലം ഇയാളെ വീഡിയോ കണ്ടിട്ട് ഞാനും വിശ്വസിച്ചതാ. ഇയാൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത്രയും കൺവിൻസിങ് ആയിട്ട് ഇയാൾ സംസാരിക്കുക. ഭയങ്കര ആധികാരികമായിട്ടും കൺവിൻസിങ് ആയിട്ട് ഇയാൾ സംസാരിക്കുക. അങ്ങനെ നമ്മളെല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത ഇത്രയും കാലം. ഇന്ന് എന്നെ കുറിച്ച് കളവ് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇയാളൊരു ഫ്രോഡാണെന്നും ഇയാൾ പറയുന്നത് കള്ളാണെന്നും കറക്റ്റ് പ്രോപ്പർ ലയർ ആണ് ഇയാളെന്ന്. അഖിൽമാരാർ യു ആർ എ ലയർ. ഓക്കെ, അത് അത്രേ ഉള്ളൂ. ലയർ, അത് എനിക്ക് ഇന്ന് മനസ്സിലായ കാര്യം. ഓക്കെ, ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞത് ജിൻഡോന്റെ PR ജിൻഡോന്റെ ആ സമയത്ത് വോട്ട് ചോദിക്കാൻ ഞാൻ പൈസ വാങ്ങിയെന്ന് ഇയാൾ പറഞ്ഞു. വ്യക്തിപരമായിട്ട് എനിക്ക് അറിയുന്ന കാര്യമാണ്. ആ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു കാര്യം അങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ, ഇപ്പൊ തന്നെ കുറെ ദിവസം നടക്കരുത്. ഇപ്പൊ തന്നെ ഇന്ന് തന്നെ ആ വീഡിയോ ഇടണം. മനസ്സിലായി? എനിക്ക് കുറെ ആലോചിക്കില്ല എങ്ങനെ കൺവിൻസ് ചെയ്യുക ആൾക്കാരെ. ഞാൻ ഇത് പറഞ്ഞു പോയല്ല, വായന്ന് വീണുപോയല്ല, ഇത് എങ്ങനെ വെളുപ്പിക്കും എന്നെല്ലാം വിചാരിച്ച് കുറെ ദിവസം നടക്കരുത്. ഇന്ന് തന്നെ ചെയ്യണം. ഓക്കെ, ഇന്ന് തന്നെ ഇതിന്റെ പ്രൂഫ് എന്താന്ന് വെച്ചാൽ എങ്ങനെ നിങ്ങൾ ഇത് പറഞ്ഞു, ഇതിന്റെ ഇതിന്റെ പറയാ, ഇതിന്റെ തെളിവും ഇതിന്റെ ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്താ സംഭവം, ഞാൻ പൈസ വാങ്ങിയെന്ന് പറയുന്നതിന്റെ കാരണം ഒന്ന് മൊഴിയണം. മനസ്സിലാവും? അത്രയാണ് കാരണം. അത് ബാക്കി വന്നിട്ട് സംസാരിക്കാം. ഈഗോ തന്നെയാണ് മുത്തേ, നല്ല ഈഗോ തന്നെയാണ്. ഇയാളോടൊന്ന് ഇത്രയും കാലം എനിക്ക് ഒരു ഈഗോ ഉണ്ടായിട്ടില്ല. കാരണം ഇയാൾ പറയുന്ന ഓരോ കാര്യങ്ങളും അത്രയും കൺവിൻസിങ് ആയിട്ടാണ് സംസാരിക്കുക. ഇയാൾ പറയുന്ന ഓരോ കാര്യം ഞാൻ വിശ്വസിച്ചത് ഇത്രയും കാലം. മനസ്സിലാവും? ഇപ്പൊ എന്നെ കുറിച്ച് കളവ് പറയുമ്പോൾ എനിക്ക് മനസ്സിലായത് ഇയാളൊരു കള്ളനാന്നുള്ള കാര്യം. ഇത്രയും കാലം ഞാൻ ശരിക്കും വിശ്വസിച്ചതാ. മനസ്സിലാവും? ഇത് ഇവരെല്ലാം ഉള്ളറിയണമെങ്കിൽ നമ്മളെ പേഴ്സണലി നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനത്തെ പ്രശ്നം വരാം. ഇതിപ്പോ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇയാളെ റിയൽ ഫേസ് മനസ്സിലാണെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യം ഇയാൾ കളവായിട്ട് പറയണം, അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കണം. മനസ്സിലാവും? നിങ്ങളെ എന്തെങ്കിലും ഇങ്ങനത്തെ കള്ളത്തിലാക്കിയാലും മനസ്സിലാവും. ഇതിപ്പോ എനിക്ക് പേഴ്സണലി ഇത് മനസ്സിലായിക്കൊണ്ടാണ് ഞാൻ വന്നിട്ട് പറയുന്നത്. ഓക്കെ, അല്ല ഇത്രയും കാലം ഇയാളോട് എനിക്ക് ദേഷ്യം ഉണ്ടാവേണ്ട എന്ത് കാര്യമുണ്ട്? ഇയാൾ എന്താ എന്നോട് ദ്രോഹം ചെയ്തു ഇത്രയും കാലമായിട്ട്? എനിക്ക് ഒരു ദേഷ്യവും ഒരു ഇതുണ്ടായിട്ടില്ല. ഇതിപ്പോ എന്നെ കുറിച്ച് പച്ച കള്ളം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിക്കുന്നത്. ഓക്കെ, കാരണം കുറെ ആൾക്കാർ ഇത് വിശ്വസിക്കും. ഇയാളെ വീഡിയോ കാണുന്ന ആൾക്കാർ ഒരു പകുതി ആൾക്കാർ, കുറച്ച് ആൾക്കാരെങ്കിലും വിശ്വസിക്കൂലേ? ഓക്കെ, തെളിവില്ല, പ്രൂഫില്ല, എല്ലാം ശരി തന്നെ. പക്ഷെ കാണുന്ന ഒരു 1000 ആൾക്കാരല്ല 2000 ആൾക്കാരെങ്കിലും ഇത് വിശ്വസിച്ചാൽ അതെനക്കല്ലേ മോശം. മൈക്ക് ഓവർ സൗണ്ട്, മൈക്ക് ഒന്ന് കുറക്കട്ടോ.
ഹലോ 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 ചെക്ക് 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 കുറക്കട്ടെ 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 ചെക്ക് ചെക്ക് ചെക്ക്. ഭയങ്കര സൗണ്ട് കൂടുതലാണെന്നല്ലോ. ഒന്ന് നോക്കിയടാ, ചെക്ക് ചെയ്തടാ, സൗണ്ട് കൂടുതലാ നോക്കിയ. ഹലോ ചെക്ക്. കുറഞ്ഞോ? ഹലോ ഹലോ ആ ഇപ്പൊ കുറഞ്ഞു. ഹലോ ചെക്ക് 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 ടെസ്റ്റ് 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 1 2 3 4 1 2 3 4 ടെസ്റ്റ് ടെസ്റ്റ് ടെസ്റ്റ്. ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാല് ആ സീക്രട്ട് ഏജന്റ് ഇന്നലെ പറഞ്ഞ സെയിം കാര്യം. സത്യം, നീ പറഞ്ഞത് സത്യ. സീക്രട്ട് ഏജന്റ് ഇന്നലെ പറഞ്ഞത് എന്നോട്, നീ ഇങ്ങനെ ഒരു ബന്ധവും ഇല്ലാണ്ട് അനീഷിനെ പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നാളെ ഇവന്മാര് നീ പൈസ വാങ്ങിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് വരും. കറക്റ്റ് കാര്യമാണ് സീക്രട്ട് ഏജന്റ് പറഞ്ഞത്. അതേപോലെ തന്നെ ആയല്ലോ, അതേപോലെ തന്നെ ആയല്ലോ മുത്തേ. ഇവന്മാർ പറയാൻ തുടങ്ങിയല്ലോ പൈസ വാങ്ങിയിട്ട് ചെയ്തെന്ന്. ഞാൻ എന്താടാ പറയേണ്ടത്? ഇയാള് അത്രയും ജെന്യൂൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തോണ്ട് ഈ അനീഷ് എന്ന് പറഞ്ഞ ആളോടുള്ള വെറും മനുഷ്യത്വത്തിന്റെ പുറത്താണ് ഞാൻ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിലാവും? അതും അങ്ങനെയാണെങ്കിൽ എനിക്ക് PR ആണെങ്കിൽ എനിക്ക് എത്ര ദിവസം മുന്നേ ചെയ്യാം. PR ശരിക്കും എത്ര ദിവസം മുന്നേ ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ഇത്രയും ദിവസം ഞാൻ ഇതിനൊന്നും നിന്നിട്ടില്ല. ഞാൻ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടിക്കേ ഞാൻ നിൽക്കില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഇങ്ങനെയുള്ള കളികൾ എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാനിങ്ങനെ PR വർക്കും കുറേ ആൾക്കാർ സെലിബ്രിറ്റീസ് മൊത്തം മറ്റേ എതിർ ടീമിനെ സപ്പോർട്ട് മൊത്തം അനീഷിന് ആരും ഒരു സെലിബ്രിറ്റി പോലും അനീഷിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഇറങ്ങിയത്. ഓക്കെ, ഇയാൾ ജയിക്കണം എന്നുള്ളത് ഇനി എൻ്റെ ആവശ്യം. ഓക്കെ, വിന്നർ ആകാൻ ഡിസേർവിംഗ് ആയ ആൾ അനീഷാണ്. അത്രേ ഉള്ളൂ മുത്തേ, അത്രേ ഉള്ളൂ. അതല്ല അത്രേ ഉള്ളൂ. ഞാൻ കാര്യം പറയാലോ, ചങ്ങായല്ലോ അല്ല എനിക്ക് ഞാൻ പറയട്ടെ, അനുമോളോടൊന്നും എനിക്ക് ഒരു ദേഷ്യമില്ല. ഞാൻ കാര്യം പറഞ്ഞില്ല. പക്ഷെ ഈ അഖിൽ മാറാറിൽ അനുമോൾ ഇങ്ങനെ ഇരുന്ന് എത്രയോ ദിവസമായിട്ട് PR ചെയ്യുന്നത് അല്ല, എത്രയോ ദിവസമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്, എത്രയോ ദിവസമായിട്ട് PR കുറിച്ച് പറയുന്ന ആളാരാ? ഞാൻ ഒരു കാര്യം പറ്റേ, എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ പറയാം, അഖിൽ മാറാറ് അനുമോളുടെ കയ്യിൽ നിന്ന് പൈസ വരില്ല, അവരെ ടീമിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് ഇത് PR ചെയ്യുന്നത്. ഞാൻ അങ്ങനെ പറയുന്നുണ്ടോ? എനിക്ക് നിങ്ങളെ താറടിച്ച് കാണിക്കാൻ വേണ്ടിട്ട് എനിക്ക് അങ്ങനെ പറയാം. ഞാൻ അങ്ങനെ പറയൂല. ഞാൻ നിങ്ങളെ പോലെ ഇങ്ങനെ വെറും പച്ചക്കള്ളം വെറുതെ റീച്ചിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ വോട്ട് മറിക്കാൻ വേണ്ടിയിട്ട് ചില പൈസക്ക് വേണ്ടി എനിക്കറിയാം വാട്ടവർ ഇങ്ങനെ വെറുതെ വൃത്തിയായിട്ട വർത്താനം കള്ളത്തരങ്ങൾ വന്നിട്ട് പറയുന്ന സ്വഭാവം എനിക്കില്ല. അഖിൽമാരാണ് ഞാൻ കാര്യം പറയാം. അത് നിങ്ങൾ എന്തായാലും തിരുത്തണം. ഇത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വിളിച്ചിട്ട് തന്നെ പറയാലോ. ഇത് നമുക്ക് കൺവിൻസിങ് ഒരു റീല് വരട്ടെ, നോക്കാം നമുക്ക്. എനക്കൊന്ന് ഇനി ഇതായിരിക്കോ എന്തോ ഫാമിലി സലൂണിൻ്റെ എന്തോ ഒരു പോസ്റ്റർ എനിക്ക് അയച്ചിട്ട് ഇതാക്കാൻ പറഞ്ഞു. ഞാൻ അതൊന്നും ചെയ്തില്ല. ഞാൻ കൺഗ്രാറ്റ്സ് പറഞ്ഞു വിട്ട് ഇതിന്റെ ഒന്നും സപ്പോർട്ടും ചെയ്യില്ല. ഇനി അതിൻ്റെ കഴിച്ചങ്ങാനാണ് എനിക്കറിയില്ല കേട്ടോ. ഇത് നമുക്ക് ചോദിക്കാം, ഇത് നമുക്ക് ഇയാളോട് തന്നെ നേരിട്ട് ചോദിക്കാം, എന്താണ് ഞാനുമായിട്ടുള്ള ഇയാളുടെ പ്രശ്നമെന്ന്. ഇയാളുടെ നമ്പർ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് തോന്നിട്ടോ. നമ്പർ ഒന്ന് നമുക്ക് നമ്പർ എൻ്റെ ഉണ്ട്, നമ്പറിന് വിളിക്കാം. ഡ്രീമേ പതഞ്ഞു പോകരുതേ എവരിബഡി 11:59 വോട്ട് തീരും. അരമണിക്കൂർ കൂടെ ഉള്ളു. എല്ലാവരും വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യാത്ത ആൾക്കാരല്ല അനീഷിന് വോട്ട് ചെയ്യാം. ഇത് നമ്മൾ ഇങ്ങനെ ഇരുന്ന് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ശരിക്കും ആൾക്കാർ വിചാരിക്കുമല്ലേ നമ്മള് പൈസ കൊടുത്ത് ചെയ്യുന്നതെന്നല്ല, പൈസ വാങ്ങിട്ട് ചെയ്യുന്നതെന്ന്. പൈസ വാങ്ങിയ ആളാ അത് ശരിക്കും അത് പറഞ്ഞു ഒഴിവാകുക. പൈസ കിട്ടിക്കഴിഞ്ഞല്ലോ, പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മള് പറഞ്ഞു ഒഴിവാകുക, ഒരു പ്രാവശ്യം പറഞ്ഞു വിടുക. നമ്മൾ ഇത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മോനെ അത് അയാളോടുള്ള സ്നേഹവും മനുഷ്യത്വമാണ്. മനസ്സിലായി? അതൊന്നും ഈ ലോട്ടാൾക്കൊന്നും മനസ്സിലാവില്ല. കാര്യം പറയാല എടുക്കൂല. ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കണം. ഇയാളൊന്നും ലൈവിലും ഒന്ന് സംസാരിക്കാനുള്ള ഗഡ്സ് ആയിട്ടില്ല. അതല്ല ആകാൻ കുറച്ചുകൂടെ കാലം എടുക്കും. ഇനി ചിന്തിച്ച് ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കണം. എന്തായാലും നീ ലൈവ് കാണുന്നുണ്ട് മാരാറെ, നീ ലൈവ് കാണുന്നുണ്ട്, ഉറപ്പായിട്ട് കാണുന്നുണ്ടോ? എനിക്കറിയാം.
പിന്നെ വേറെന്താ പണി? ഇപ്പൊ ഫീൽഡ് ഔട്ടാ. ഒരു പണിയുമില്ല, ഇരുന്ന് കാണുന്നുണ്ട്. നാളത്തേക്ക് എന്തെങ്കിലും എല്ലാം സ്ക്രിപ്റ്റ് എഴുതി സെറ്റാക്കി വീഡിയോ എടുക്കാൻ റെഡി ആയിട്ട് വന്നിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ശരിയല്ലേ? ലൈവിലൊന്നും വന്ന് പറയാനുള്ള കട്സൊന്നും ആയിട്ടല്ലോ. ഓക്കെ, പനിയാവല്ലോ, അപ്പൊ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ. പനി കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇട്ടത്, അനുമോൾ PR ഇട്ടത്. അത്രയ്ക്ക് തെളിവുകളുണ്ടെങ്കിൽ ഇപ്പൊ എടുക്കട്ടെ. തെളിവുണ്ടെങ്കിൽ ഇപ്പൊ എടുക്കട്ടെ, കോൾ എടുക്കട്ടെ. എന്താണ് ഇപ്പൊ തിരക്ക്? ഈ ലൈവ് തീരുന്ന വരെ സമയമുണ്ട് മാരാറ. ഇതാരാ? അല്ല, ഇത് ഞാൻ മറ്റേ ഗൾഫ് കോള ചെയ്ത് അഖിൽ അൽമാരിനെ വിളിച്ചത്. ബെല്ലടിക്കുന്നുണ്ട്. ഇത് അഖിൽ മാരാറിനെ വിളിക്കുന്നത്. ഹലോ മാരാറാ, ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട്. ഒന്ന് വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, കുഴപ്പമില്ല, വീഡിയോ കോൾ ചെയ്യണ്ട. ഇത് ഞാൻ ജിൻഡോന്റെ PR ചെയ്തെന്ന് പറഞ്ഞത്, അതായത് വോട്ട് ചോദിച്ചത്. കഴിഞ്ഞ പോലെ ഞാൻ വിൻഡോന്റെ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു. വ്യക്തിപരമായ എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു. ആ അറിവ് എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? ജിൻഡോയ്ക്ക് വേണ്ടിട്ട് വോട്ട് ചോദിച്ചത് അവന്മാരോട് പറഞ്ഞതിനെ കൊണ്ട് ജയിച്ചാന്ന് പറഞ്ഞു. അങ്ങനെയാണോ പറഞ്ഞത്? പൈസ വാങ്ങിയിട്ട് ചെയ്തെന്നല്ലേ മാരാറ് നിങ്ങൾ പറഞ്ഞത്? അതിനൊരു എക്സ്പ്ലനേഷൻ വേണം. പൈസ വാങ്ങിട്ടെന്ന് പറഞ്ഞാൽ നീ അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചെന്ന് അവരുടെ PR ടീമാ പറഞ്ഞത്. ആര് പറഞ്ഞു? PR ടീമിൽ ഒരാളെ പേര് പറയൂ. വിനുവിനെ എനിക്ക് അറിയാലോ. വിനുവിനെ ഒന്ന് കോളിൽ ആഡ് ചെയ്ത്. വിനു ഒന്ന് ഒരു മിനിറ്റ്. എന്താ വിനു നിങ്ങളോട് പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയെന്ന്? ജിൻഡോന്റെ PR ചെയ്യാൻ വേണ്ടി ഞാൻ പൈസ വാങ്ങിയെന്ന് വിനു പറഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോ? നീ നോക്കേണ്ട കാര്യമില്ലല്ലോടാ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ. നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞത്? വിനു എന്താടാ? എന്ത് ഞാൻ എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിന്റെ തെളിവ് ചോദിക്കാനാടാ വിളിച്ചത് ഞാൻ. പനിയായിട്ട് നീ വീഡിയോ ഇട്ടല്ലോ, അനുമോൾക്കുള്ള PR നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ. പനിയാണെങ്കിൽ അത് ചെയ്യാം. ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റില്ല, എന്റെ ലൈവ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്നാണോ? അല്ല, നീ എന്താ പിന്നെ ഇത് അനുമോളെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഫേസ് കാണിക്കാൻ പറ്റുന്ന നിനക്ക് എന്റെ ലൈവിൽ എന്തുകൊണ്ട് ഫേസ് കാണിക്കാൻ പറ്റില്ല? നീ കിടക്കുകയോ ഇരിക്കുകയോ നീ എന്തേലും ചെയ്. നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാ മതി. ഓൻ പറഞ്ഞതാണോ നിന്റെ തെളിവ്? ഈ വിനു ആരാ? വിനു ചിലപ്പോ നിന്റെ ഫ്രണ്ട് ആയിരിക്കും. ഈ വിനു ആരാ? വിനു പറയുന്നതാണോ തെളിവ് നിന്റെ? പൈസ മേടിക്കുന്നത് നീ കണ്ടോ? എടാ, പൈസ മേടിക്കുന്ന നീ കണ്ടോ? നിന്റെ തെളിവുണ്ടോടാ? നിന്റെ തെളിവുണ്ടോന്ന്? എങ്ങനെ ഗെയിം മൊമെന്റോ? ബിഗ് ബോസിൽ അനീഷ് ചെയ്ത ഒരു നല്ല 4 ഗെയിമിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വോട്ട് ചോദിച്ചു. അതിന്റെ ആവശ്യം എന്താ? അനുമോളിൽ നീ PR ചെയ്യുന്ന പോലെ എനിക്ക് PR ചെയ്യേണ്ട കാര്യമില്ല അഖിലെ. ഒന്നാമത്തെ കാര്യം, ഞാൻ ബിഗ് ബോസ് 100 ദിവസം അല്ലല്ല ഞാൻ പറയുന്ന കേക്ക്. ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്കടാ. ഞാൻ അങ്ങോട്ട് പറയുന്ന അങ്ങോട്ട് കേക്കടാ. വാപ്പ നിന്റെ തന്തേനാണ് ഞാൻ വിളിച്ചത്. നീ എന്താ വാപ്പാക്കെല്ലാം പറയുന്നത്? നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ. അഖിലെ, നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ? എന്ത് സ്റ്റാൻഡേർഡാണ് നിനക്കുള്ളത്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാളെ തന്തക്ക് വിളിക്കലാന്നോടാ നിന്റെ മാന്യത? ഇതാണോടാ നിന്റെ സ്റ്റാൻഡേർഡ്? തോക്കുമ്പോ തന്തക്ക് വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കൊണാണ്ടറാണല്ലോ. നീ എന്താ മാന്യമായിട്ട് തിരിച്ച് സംസാരിക്കേണ്ടത്? വീണ്ടും പറഞ്ഞത് ഞാൻ പറഞ്ഞ വീഡിയോ നീ കേട്ടോ? മൊത്തമായിട്ട് കേട്ടു. നീ പറഞ്ഞത് ഞാൻ കേട്ട കാര്യം ഞാൻ പറയട്ടെ. കണ്ടു നിന്റെ വീഡിയോ ഞാൻ കണ്ടു. അതിൽ നീ ആദ്യം പറയുന്നു തൊപ്പി അനീഷിന് ഇപ്പൊ പെട്ടെന്ന് PR ഉണ്ടാക്കാൻ നടക്കുന്നു. ചിലപ്പം അത് വേറെ കണ്ടസ്റ്റന്റിന്റെ ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പൈസ വാങ്ങിയിട്ടായിരിക്കാന്ന് പറഞ്ഞു. കേക്ക് ആയിരിക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നീ ഒരു സെന്റൻസ് പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം ജിൻഡോന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാ PR ചെയ്തത്. അതിന്റെ തെളിവാണ് എനിക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ പറയുന്നത്
അനുമോളുടെ കയ്യിൽ നിന്ന് നീ പൈസ വാങ്ങിയിട്ട് PR ചെയ്തത്, അതിന് തെളിവില്ലാണ്ട് എനിക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാലോ. ഞാൻ അങ്ങനെ പറയുന്നുണ്ടോ? നിന്നെ പോലെ തേർഡ് റേറ്റ് പരിപാടി ഞാൻ കാണിക്കുന്നുണ്ടോ? എനിക്കെന്താ പ്രശ്നം? എനിക്ക് പണം തന്നവൻ ജിൻഡോയുടെ PR ചെയ്തു പബ്ലിക്കായിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ റെപ്രസെന്റ് ചെയ്തിട്ട് ആൾ വന്നു. ആര് പറഞ്ഞു? നിനക്ക് പണം കൊടുത്ത് ചെയ്തതാണെന്ന് പറയുന്നു, നീ അത് ചെയ്തു. പബ്ലിക്കില് അല്ല, പണം കൊടുത്തതിന് അതിനൊരു സ്റ്റേറ്റ്മെന്റോ അതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടാവല്ലോ. പണം തന്നതിനൊരു തെളിവുണ്ടാവുമല്ലോ. ആ തെളിവ് കാണിക്കാനേ പൊന്നുപോലെ ഞാൻ പറയുന്നുള്ളൂ. എടാ ഞാൻ ലോജിക്കലായിട്ട് ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കുന്നത്, ലോജിക്കലായിട്ട് ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കുമ്പോ തിരിച്ച് വാപ്പാനെ വിളിക്കലും തന്തക്ക് വിളിക്കലും എവിടെ പോയടാ നിന്റെ സ്റ്റാൻഡേർഡ്? അഖിലെ, നീ പണ്ട് വലിയ ഭയങ്കര സ്റ്റാൻഡേർഡ് പറയുന്ന ആളാണല്ലോ, നീ ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ. നിന്റെ സ്റ്റാൻഡേർഡ് ഇപ്പൊ എവിടെ പോയടാ? ഞാൻ പൈസ വാങ്ങിയതിന്റെ തെളിവ്, ലോജിക്കലായിട്ടുള്ള തെളിവ് ഞാൻ ചോദിക്കുമ്പോ തന്തക്ക് വിളിക്കുന്നതാണോ നിന്റെ സ്റ്റാൻഡേർഡ്? നിന്റെ തന്തയ്ക്ക് വിളിക്കുന്നത് നിന്നെ പറയണ്ടത്. നീ എന്നെ വിളിച്ചിട്ട് നീ എടാ പോടാന്ന് വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ, ജഡ്ജിയോ? എടാ പാടാന്ന് നിന്നെ വിളിക്കാൻ പാടില്ലേ? എന്താ എടാ പോടാ, നിന്നെ എടാന്ന് വിളിക്കൂടാ, നിന്നെ എടാന്ന് വിളിക്കും. കള്ളന്മാരെ എടാന്ന് വിളിക്കും, കള്ളത്തരം പറയുന്നവരെ എടാ പോടാന്ന് വിളിക്കും. അതിനെന്താ നിനക്ക് റെസ്പെക്ട് ചെയ്യണമെന്ന്? എന്താ പീനൽ കോഡിലുണ്ട്, ഇന്ത്യൻ പീനൽ കോഡിലുണ്ട് നിന്നെ റെസ്പെക്ട് ചെയ്യണമെന്ന്. എന്താടാ നീ എന്നെ വിളിച്ചൊരു കാര്യം ചോദിക്കുമ്പോ ചോദിക്കുന്ന കാര്യത്തിൽ ഊന്നി സംസാരിക്കണം. ആ കാര്യം തന്നെയല്ലേ സംസാരിച്ചത്? ആക്ഷേപിച്ചുകൊണ്ടല്ല സംസാരിക്കേണ്ടത്. എന്താ കേട്ടില്ല ഒന്നുകൂടി. നീ എന്റെ അടുത്ത് സംസാരിക്കുമ്പോ നീ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയമായിരിക്കണം ചോദിക്കേണ്ടത്. നീ വിഷയം ഞാൻ ആദ്യം കോൾ എടുത്തപ്പോ ആദ്യം ചോദിച്ച ചോദ്യം തെളിവാണ്. ആണോ? വിളിച്ചപ്പോഴാണ് ഞാൻ നിന്നോട് തിരിച്ചു വെച്ചത്. നീ എന്നെയാണോ എടാ പോടാന്ന് എപ്പോഴാണ് വിളിച്ചത്? ആദ്യം ഞാൻ കാര്യം ചോദിച്ചത് മാരാറെ, ഞാൻ പറയുന്നത് കേക്ക്, ഞാൻ അങ്ങോട്ട് പറയുന്നത് ആദ്യം കേക്ക്. ഓക്കെ, ഞാൻ കേട്ടിട്ടല്ലേ ഞാൻ പറഞ്ഞത്. പറഞ്ഞത് ഇന്ന ആളാണ്, അയാളെ വിളിച്ച് ചോദിക്കും. ആര്? വിനു ചിലപ്പോ നിന്റെ ഫ്രണ്ട് ആയിരിക്കാം. വിനുവിനെ വിളിച്ച വിനു പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് പറയാം. അതിന്റെ തെളിവ് എവിടെ? തെളിവില്ലാണ്ട് നീ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കൊണക്കും? ഒന്നാമത്തെ കാര്യം എന്റെ ഫ്രണ്ടോ നിന്റെ ഫ്രണ്ടോ എന്നുള്ളതല്ല. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം സംസാരിക്കാത്ത നീ വന്ന് അനീഷിന് വേണ്ടി വോട്ട് ചോദിക്കുമ്പോ അതിന്റെ പിന്നിൽ 3 കാരണങ്ങൾ ഉണ്ടാകാം. ഇതാണ് എന്റെ വീഡിയോയിൽ പറഞ്ഞത്. ഓക്കെ, അത് ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ കാര്യം കൂടി അതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഈ 3 കാരണങ്ങളല്ലാതെ മറ്റൊരു കാരണം നിനക്കുണ്ടെങ്കിൽ ആ കാരണം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആയിരിക്കും, പൈസ ആയിരിക്കാം. അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത് ജിൻഡോന്റെ വിഷയത്തിലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം ജിൻഡോന്റെ കയ്യിൽ തൊപ്പി പൈസ വാങ്ങിയിട്ടുണ്ട്. ജിൻഡോയുടെ PR കൊടുത്തവൻ എന്നോട് പറഞ്ഞ കാര്യമാണ്. തൊപ്പിയെ കൊണ്ട് ഞാൻ ജിൻഡോയ്ക്ക് വോട്ട് ചോദിപ്പിച്ചിട്ടുണ്ട്. പൈസ കൊടുത്ത് ജയിപ്പിച്ചെന്ന് പറഞ്ഞോ? പൈസ വാങ്ങിയെന്ന് പറഞ്ഞോ? അവനാണ് ഇത് അങ്ങനെ PR എന്ന് പറഞ്ഞ ആ PR നീ എന്താ ഉരുളെന്ന് അഖിലെ? നീ എന്താ ഉരുളെന്ന്? നീ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയടാ. നീ എന്താ ഈ ഉരുളെന്ന്? കാര്യം ക്ലിയർ ആയിട്ട് പറ. വിനു പറഞ്ഞോ ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന്? അങ്ങനെ തന്നെയല്ലടാ നിന്നോട് ഞാൻ തുടങ്ങുന്നിട്ടേ പറയുന്നത്. അതിന്റെ ഒരു കോൾ റെക്കോർഡോ എന്തെങ്കിലും ഒന്ന് കേൾപ്പിച്ചാ നീ. അതിന്റെ ഒരു കോൾ റെക്കോർഡ് നീ ഒന്ന് കേൾപ്പിച്ച. അല്ലെങ്കിൽ നീ ഇപ്പൊ വിനുവിനൊന്ന് ആഡ് ചെയ്യും. വിനുവിനൊന്ന് ആഡ് ചെയ്ത് നീ വിളിയടാ. നീയല്ലേ തെളിവ് നിർത്തുന്ന ആള്, നീയല്ലേ തെളിയിക്കേണ്ട ആള്. എടാ നീയല്ലേ ആരോപണം ആരാ ഇറക്കുന്നത്? ഞാനാണ് ആരോപിക്കുന്നത്. എന്താ എന്റെ കൂട്ടുകാരന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നീ വിഷയത്തിന് തെറ്റുന്നാക്കില്ലേ? നീ എന്തിനാ എന്റെ കൂട്ടുകാരെ പറയേണ്ട കാര്യം? നീ എപ്പോഴാ നീ ഇങ്ങനെ ആയത്? ഇപ്പൊ കൂട്ടുകാരെ പറയല്, വാപ്പാനെ പറയല്, ഇതൊക്കെ ആണോ അഖിലെ? വിഷയത്തിലേക്ക് ആകില്ലേ? നീ തെളിയിക്കേ. ഞാൻ പൈസ വാങ്ങിയിട്ട് നീ തെളിയിക്കടാ. നീ നല്ല കോണാണല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. നീ വല്ലവന്റെ കയ്യിൽ നിന്ന് കാശും മേടിച്ച് നീ അവിടെ ഇവിടെ കിടക്കുന്നതിന് വേണ്ടിട്ട് PR പണി എടുക്കുന്നത്. എടാ നീ പൈസ വാങ്ങി വീണ്ടും പച്ച നുണ പറയുന്നു നിന്റെ നാവ് എടുത്തിട്ട്. ഇതിനൊരു തെളിവില്ലാണ്ട് നീ എങ്ങനെ പറയും? എന്നാ ഞാൻ പറയുന്നു അനുമോളുടെ കൂടെ ഉള്ള ഷുക്കൂർ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു അഖിൽ മാറാട് പൈസ വാങ്ങിയിട്ടുണ്ട്. എനിക്കങ്ങനെ പറയാവോ? ഓ, അപ്പം തെളിവും അങ്ങനത്തെ തെളിവിന്റെ അടിസ്ഥാനത്തിലൊന്നല്ല. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പറയാം അല്ലെ? അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറയാം. അങ്ങനെയാണോ? അപ്പൊ നീ എന്തൊക്കെ കാണിച്ചിട്ടാ ബിഗ് ബോസിൽ? നാണമില്ലാടാ. എനിക്കൊന്നുമില്ലെങ്കിൽ ഡിഗ്നിറ്റി ഉണ്ടടാ. ഞാൻ എന്തിനെങ്കിലും എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരെ നിൽക്കും, സ്റ്റാൻഡിൽ നിൽക്കും. നിന്നെ പോലെ ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ഊമ്പിയിട്ടില്ല. മനസ്സിലായടാ? നീ എന്റെ ഭാഷ എടുത്തിടേ. നിന്റെ ഭാഷ ഞാൻ എടുത്തിടട്ടടാ. അഖില നിന്റെ ഭാഷ ഞാൻ എടുത്തിടട്ടെ.
എല്ലാ മുത്തുമണിന്നോ ഇപ്പൊ മുത്തുമണിയായോ? നിന്റെ പാസ്റ്റിന്റെ കാര്യം ഞാൻ പറയാൻ വന്നപ്പോ നീ എന്നെ മുത്തുമണി എന്ന് വിളിക്കാൻ തുടങ്ങിയാടാ. ഞാൻ ചേട്ടാന്ന് തന്നെയാണ് നിന്നെ വിളിച്ചു തുടങ്ങിയത്. നിന്നെ ചേട്ടാന്ന് വിളിച്ചിട്ട് തന്നെ ഞാൻ തുടങ്ങിയത്. റെസ്പെക്ട് കൊടുക്കേണ്ടടുത്ത് കൊടുക്കാനും ഒക്കെ അറിയാം. നീ തെണ്ടിത്തരം കാണിച്ചോണ്ടല്ലേടാ നിന്നെ എടാ പോടാന്ന് വിളിക്കാൻ തുടങ്ങിയത്. 4 ദിവസം മുന്നേ ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചത് എത്രയോ കാലം മുന്നേ. 4 ദിവസം മുന്നേ എന്താ? ഒരു മിനിറ്റ് നോക്കട്ടെ. ഹേ ബ്രോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ്. യെസ് ഡിയർ. ശരി. ഞാൻ അല്ല, എന്റെ മാനേജർ അയച്ചതാ നിങ്ങളെ ലൈവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. നിങ്ങൾ അത്രയും നല്ല മനുഷ്യനാന്ന് ചോദിച്ചിട്ട്. ഓക്കെ, ഹേ ബ്രോ എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്നൊക്കെ അല്ല, അത് ഞാൻ ലൈവിൽ കാണിക്കട്ടെ ഗൈസ്. ഇതാ ഹേ ബ്രോ എന്ന് October 30 അയച്ചിട്ടുണ്ട്. യെസ് ഡിയർ എന്ന് തിരിച്ചു അയച്ചിട്ടുണ്ട്. മൂന്ന് വർഷം മുന്നേ അല്ല, 2 വർഷം മുന്നേ അല്ല, 2 വർഷം മുന്നേ. അതും കൂടി പറ, ടൈം പീരീഡും കൂടി പറഞ്ഞോനാ. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ പറഞ്ഞ പാസ്റ്റ് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞതാ. പറഞ്ഞത് പാസ്റ്റ് എന്ന്. ബിഗ് ബോസ് പോയ ഞാൻ എന്നെ ജനമല്ലേ ജയിപ്പിച്ചത്. ആണ്. അതിനെന്താ? ഞാനടക്കമുള്ള ആളല്ലേ നിന്നെ ജയിപ്പിച്ചത്. അതിനിപ്പോ എന്താ? അതിന് നിന്നെ ഒരു തെറ്റും ഞാൻ പറയുന്നില്ല. നീ ബിഗ് ബോസ് ജയിച്ചത് ഫെയർ ആയിട്ട് തന്നെയാ. ശരിയാണ്, നീ ബിഗ് ബോസിന് ജയിച്ചു. പണ്ട് നീ സ്റ്റാർ ആയിരുന്നു അഖിലെ. പണ്ട് നീ സ്റ്റാർ ആയിരുന്നു. ഇപ്പൊ നീ ഫീൽഡ് ഔട്ട് ആയിരുന്നു. ഞാൻ എന്ത് ചെയ്യാനാടാ? നീ എന്തിനാണ് എന്റെ തലക്ക് കയറുന്നത്? നീ എന്റെ തലയിലോട്ട് എന്തിനാടാ കയറുന്നത്? ഇനി നീ എന്താ ചെയ്യാൻ പോകുന്ന അഖിലെ? ഇനി നീ അടുത്ത ഒരാഴ്ച നിന്റെ വീട്ടിൽ അരി വാങ്ങാൻ പോകുന്നത് എന്നെ വിട്ടിട്ടായിരിക്കും. ഇതൊക്കെ ഞാൻ മുൻകൂട്ടി കാണുന്നുണ്ട് അഖിലെ. കേക്ക്, ഞാൻ പറയുന്ന കേക്ക്. ഞാൻ പറയുന്ന കേക്ക് ആദ്യം. ഈ ഉഡായിപ്പ് ക്രിപ്റ്റോ നീ ഒരു എടാ നാണം കെട്ടവനെ, എന്തെങ്കിലും തെളിവ് വെച്ചിട്ട് സംസാരിക്കടാ. ഉഡായിപ്പ് ക്രിപ്റ്റോ അല്ലല്ല, ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉഡായിപ്പ് ക്രിപ്റ്റോ ഒരു തെളിവ്. ക്രിപ്റ്റോ ഞാൻ ക്രിപ്റ്റോയിൽ ആരെ സ്കാം ചെയ്തു അത് പറ. ഉഡായിപ്പ് ക്രിപ്റ്റോ എന്ന് നീ പറഞ്ഞു. ഉഡായിപ്പ് ക്രിപ്റ്റോ എന്ന് പറഞ്ഞു. ഞാൻ ക്രിപ്റ്റോയിൽ ആരെ പറ്റിച്ചു? എടാ നീയില്ലേ ഒന്നും കിട്ടാണ്ടിരിക്കുമ്പോ ഓരോ വാക്കുകൾ ജനത്തിന്റെ മുന്നിലേക്ക് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിങ്ങനെ ചർച്ചയായിക്കോളൂ ഒരു സൈഡിൽ നിന്ന്. നാണം കെട്ട പരിപാടിയല്ല അഖിലെ. പറഞ്ഞോ. ഞാൻ USDT ഇടലുണ്ട്, ഞാൻ മീം കോയിൻസിൽ ഇടലുണ്ട്, ഞാൻ പല കോയിനിലിട്ട്. ഇതെല്ലാം എന്റെ പേഴ്സണൽ കാര്യമാണ്. ഇത് ഇവിടെ എടുത്തിടേണ്ട കാര്യം എന്താ? ഇതിലെന്താന്ന് ഞാൻ നാട്ടുകാരെ പറ്റിച്ചൊരു കാര്യം പറ. നാട്ടുകാരെ പറ്റിച്ച ഒറ്റ കാര്യം. അല്ലല്ല, PR എടുക്കട്ടെ. വിഷയം മാറ്റല്ലേ, തളരല്ലേ മാരാറേ, വിഷയം മാറ്റല്ലേ. ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ തന്നെ പിടിച്ചു നിൽക്കേ. ക്രിപ്റ്റോയില് ഞാൻ ആളെ പറ്റിച്ചു എന്ന് പറഞ്ഞു. ക്രിപ്റ്റോയില് ഞാൻ ആളെ പറ്റിച്ച ഒരു സാധനം നീ പറ. ഞാൻ ക്രിപ്റ്റോയില് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് പോയിട്ടുമുണ്ട്. അതിന് നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? അതെന്റെ നഷ്ടമല്ലേ? അതിൽ ആൾക്കാരെ പറ്റിക്കുന്ന ഏത് ഘടകമാണുള്ളത് അഖിൽമാരാറെ? അതിൽ ആൾക്കാരെ പറ്റിക്കുന്ന ഘടകം ഏതാണ്? പറയൂ മാരാറെ, പറയൂ. ആ യഥാർത്ഥ കാര്യങ്ങൾ പറയൂ. റൂട്ടറായിട്ടുള്ള കോൺട്രാക്ട് പറ. ആ റൂട്ടറായിട്ടുള്ള കോൺട്രാക്ട് നീ അടുത്ത വിഷയത്തിലേക്ക് പോലെ ഒരു വിഷയത്തിൽ നിൽക്ക്. നീ ഓരോ വാക്കുകൾ ജനത്തിന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കലാക്കില്ലേ? ഒരു വാക്ക് പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, റൂട്ടറിന്റെ കോൺട്രാക്ട് പറയൂ. ഞാൻ പറയാനുള്ള കാര്യം വെച്ചാൽ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ നീയാണ് എന്റെ കണ്ടന്റ് എന്ന്. നീയല്ല, ഞാനാണ് നിന്റെ കണ്ടന്റ്. അതുകൊണ്ടാണ് നീ എടാ ഫീൽഡ് ഔട്ട് ആയ നീ എങ്ങനെയാടാ എന്റെ കണ്ടന്റ് ആവുക? ഫീൽഡ് ഔട്ട് ആയ നീ എങ്ങനെ എന്റെ കണ്ടന്റ് ആവുക? നിന്റെ വീഡിയോസിന്റെ വ്യൂസും നിന്റെ റീച്ചും നീ തന്നെ പോയിട്ട് നോക്കടാ. നീ എങ്ങനെയാടാ എന്റെ കണ്ടന്റ് ആവുക? ഞാനല്ലടാ നിന്റെ കണ്ടന്റ്. ഇനി എന്റെ പേര് വെച്ചിട്ടല്ല അടുത്ത ഒരാഴ്ച നീ റീച്ച് ഉണ്ടാക്കാൻ പോന്നെ. അടുത്ത ഒരാഴ്ച എന്റെ പേര് പറഞ്ഞിട്ടുള്ള വീഡിയോസിലല്ലടാ നീ അരി വാങ്ങാൻ പോന്നെ. നിന്റെ വീട്ടിലേക്കുള്ള അരി വാങ്ങാൻ പോകുന്ന അടുത്ത ഒരാഴ്ച എന്റെ പേര് വെച്ചിട്ടല്ലടാ. അല്ലേ അതന്നെയല്ലേ നടക്കാൻ പോകുന്നത് അഖിലെ. നാളെ നീ ഒരു വീഡിയോ ഇടും, മറ്റന്നാളെ നീ ഒരു വീഡിയോ ഇടും, അതിന്റെ അപ്പുറത്തെ ദിവസം നീ ഒരു വീഡിയോ ഇടും. അല്ലേ മോനെ ഒരു മിനിറ്റ്, നീ എന്റെ ഒരു മാറ്ററേ അല്ല. നീ ഇവിടുത്തെ ഒരുപാട് വലിയ വലിയ വിഷയങ്ങൾ സംസാരിക്കാൻ നമ്മുടെ നാട്ടിലുണ്ട്. എന്താണ് വലിയ വലിയ വിഷയം? അവസാനം സംസാരിച്ച വലിയ വലിയ വിഷയത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞേ, നമുക്കൊന്ന് ചർച്ച ചെയ്യാം.
യൂണിവേഴ്സിൽ കിടന്ന് എന്തോ കാണിച്ച് ജീവിക്കുന്ന നീ ഒന്നും കേരള പൊതുസമൂഹമായിട്ട് എടാ നീയും ഞാനല്ലോ ഒരേ യൂണിവേഴ്സ് തന്നെയാടാ. നീ എന്തോ വലിയ ഏലിയനാന്ന് വിചാരിക്കുന്നുണ്ടാ നീ? നിന്റെ ധാരണ നിന്റെ ധാരണ എടാ നീ ഒരു നോർമൽ കാർണവർ മൈൻഡുള്ള ഒരു നോർമൽ ഇൻഫ്ലുവൻസർ, അത്രേ ഉള്ളൂ. നീ അത്ര വലിയ ഡിഫറന്റ് ഒന്നും അല്ലാകില്ലേ. നീ ഒരു നോർമൽ, നീയും ഞാനും ഒരേ യൂണിവേഴ്സാ. പിന്നെ എന്താണ് നിന്റെ ആ ഹൈ ഡിമെൻഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. നമ്മളില്ലാത്ത ആ യൂണിവേഴ്സിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ. ഓക്കെ, നമുക്ക് അറിവും ബോധവും ഇല്ല. ശരി അഖിൽ മാരാറിന് അറിവും ബോധവുണ്ട്. നിന്റെ ഒരു പേഴ്സണൽ വിഷയത്തിൽ നീ വിളിച്ചിട്ട് ഒരു കാര്യം ചോദിക്കുന്നു, എടുത്തിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാന്നുള്ള എന്റെ മര്യാദ ആയതുകൊണ്ടാണ് ഞാൻ ഈ രാത്രി 11:30 നിന്റെ കണ്ടന്റിന്റെ ഭാഗമാകാൻ. എന്റെ അഖിലെ അത്ര മര്യാദ ഉണ്ടെങ്കിൽ ആദ്യം നീ കോൾ എടുക്കുമായിരുന്നു. ആദ്യം നീ ഒന്ന് ആലോചിച്ച് ഇവന്റെ കോൾ എടുക്കണോ? എന്റെ രണ്ടാമത് എന്റെ ലൈവ് തുറന്ന് നോക്കിയിട്ട് എടുത്തില്ലെങ്കിൽ ഞാൻ പേടിച്ചെന്ന് ആൾക്കാർ വിചാരിക്കുമെന്ന് കണ്ടോണ്ട് ആ ചാറ്റിലുള്ള മെസ്സേജ് കണ്ടിട്ടാണ് നീ കോൾ എടുക്കുന്നത്. ആണോ? പാതിരാത്രി കിടന്നുറങ്ങും 11:30 കിടന്നുറങ്ങുന്ന ഞാൻ ഈ ഫോൺ ആരാ നോക്കിയില്ല. ഞാൻ ലക്ഷ്മിയോട് സൈലന്റ് ആക്കിയേക്കാൻ പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു നീ ഏതൊക്കെയോ വിഷയത്തിലേക്ക് പോയല്ലോ. നിന്റെ ഭാര്യയും നിന്റെ അമ്മായി അച്ഛനും അതെല്ലാം വേറെ വിഷയം. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ജിൻഡോന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിയതിന്റെ തെളിവ് പണം വാങ്ങി നീ അവന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് തന്നെയാണ് ജിൻഡോയെ കോട്ട് പിടിച്ചതെന്ന് ജിൻഡോയുടെ PR ചെയ്ത വിനുവാണ് എന്നോട് പറഞ്ഞത്. വിനു പറഞ്ഞു എന്നുള്ളതാണോ ഒരു തെളിവ്? ഞാൻ പറയുന്നു മജീദ് പറഞ്ഞു അഖിൽ മാരാറ് അനുമോളുടെ PR പൈസ വാങ്ങിയത്. അപ്പൊ ഇതെനിക്ക് പറയാലോ. ഇവിടെ കള്ളത്തരം നീയല്ലടാ പച്ച കള്ളം പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ പച്ച കള്ളം പറഞ്ഞത് നീയല്ലടാ. നീ ഇപ്പൊ എന്തൊക്കെ കളവ് ഇത്ര സമയത്തിനിടയിൽ നീ എന്തൊക്കെ കളവ് പറഞ്ഞു? ഞാൻ ക്രിപ്റ്റോ കാണിച്ച ആൾക്കാരെ ഉടായ്പ കാണിച്ചു എന്ന് പറഞ്ഞു. അതിനെന്ത് തെളിവാ നിന്റെ കയ്യിലുള്ളത്? അതിനെന്ത് തെളിവാണ്? നീയല്ലേ കളവ് പറയുന്നത്? അനീഷിന് ഞാൻ വോട്ട് ചോദിക്കും. കാരണം അനീഷിന് എനിക്ക് ഇഷ്ടമാ. ഒരു പ്രശ്നമില്ല. ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നത്. അതെ കഴിഞ്ഞ തവണ ജിൻഡോയ്ക്ക് വോട്ട് ചോദിച്ചതോ ഇഷ്ടം കൊണ്ട് തന്നെ? അത് ഇഷ്ടം കൊണ്ടല്ല. എന്റെ കൂടെ അച്ചായൻ തൊട്ട ഒരാളുണ്ടായിരുന്നു. അയാളുടെ വളരെ ആത്മാർത്ഥ സുഹൃത്താണ് ഈ ജിൻഡോ എന്ന് പറഞ്ഞ ആള്. അപ്പൊ അച്ചായനുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് ഞാൻ വോട്ട് ചോദിച്ചത്. മനസ്സിലായോ? അത് ഞാൻ കഴിഞ്ഞ കൊല്ലം ഞാനത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇതൊന്നും ഞാൻ ഒളിച്ചു വന്ന് ചെയ്യുന്ന കാര്യം. ഇതെല്ലാം ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറന്റ്, എല്ലാം ലൈവില് അത്രയും വെട്ടി തുറഞ്ഞ് ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ നിന്നെ പോലെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി നാളത്തേക്കുള്ള വീഡിയോന്റെ ഇന്ന് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പിറ്റേ ദിവസം വന്ന് പറയുന്നതല്ല മാരാറ. മനസ്സിലായോ? നീ ചർച്ച ചെയ്തോ ആയിക്കോട്ടെ. അതിന് ഞാൻ ചെയ്യണം. എന്നാ നീ ഒരു തെളിവ് കാണിക്കടാ. നീ പറഞ്ഞ 3-4 ആരോപണങ്ങൾ നീ ഇപ്പൊ പറഞ്ഞു. ഏത് വിഷയം സംസാരിക്കണ്ടേ? പറ. ഞാൻ ശ്രമിക്കാം. ഞാൻ നിന്റെ അത്ര വാക്ചാരിത്വം എനിക്കില്ലെങ്കിലും ഞാൻ ശ്രമിക്കാം. ഏതെങ്കിലും ഒരു വിഷയം നീ പറ. റഷ്യൻ വിപ്ലവം? അഖിലേട്ടാ, റഷ്യൻ വിപ്ലവത്തിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ശരിയാണ്, നിങ്ങൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അറിവ് കൂടുതലാണ്. ശരിയാണ്. ഓക്കെ, ശരി. അല്ല ഐ റെസ്പെക്ട് യുവർ നോളജ്. ഓക്കെ, എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ നോളജ് ഇല്ല. ലോക വിഷയത്തിനെ കുറിച്ച് നോളജ് ഇല്ല. ശരി. നമുക്ക് രണ്ടുപേർക്കും വ്യത്യസ്ത വിഷയങ്ങളിൽ അറിവുകേടും ഉണ്ടാവും. ഇപ്പൊ നിന്റെ ഇവിടുത്തെ പ്രശ്നം ഏതെങ്കിലും രീതിയിൽ നിന്റെ വ്യക്തിത്വം ഹട്ടായിട്ടുണ്ടോ? അതിന് നീ എന്നെ വിളിക്കുമ്പോൾ പറയണം. അഖിലേ അല്ലെങ്കിൽ അഖിലേട്ടാ, നിനക്ക് എന്തായാലും എന്നെ വിളിക്കണം. നീ എന്നെ വിളിക്കുക. പക്ഷെ എടാ പോടാന്ന് വിളിച്ചിട്ട് മോശം സംസാരിക്കാൻ പാടില്ലായിരുന്നു. എടാ പോടാന്ന് വിളിക്കാൻ കാരണങ്ങൾ ഉണ്ടായിരുന്നേ. ഞാൻ ആദ്യം സംസാരിച്ചത് എന്താകിലേ? ഞാൻ ആദ്യം അഖിലേട്ടാന്നല്ലേ വിളിച്ചത്. അല്ല, ഞാൻ ചോദിച്ചു അഖിലേട്ടാ ഇങ്ങനെ ഒരു ആരോപണം നിങ്ങൾ പറഞ്ഞു, ഇതിനെന്ത് തെളിവാണുള്ളത് ഞാൻ ചോദിച്ചു. അപ്പൊ നിങ്ങൾ തിരിച്ച് വാപ്പാക്കും അതും ഇതൊക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോ അത് ഞാൻ പോടാ സംസാരിച്ചത്. ഞാനത് ചൂടാവാനുള്ള കാരണം എന്നോട് ഇന്നലെ വളരെ സ്നേഹത്തോടെ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അതെ ഞാൻ സ്നേഹത്തോടു കൂടിയാണ് ഇത്രയും കാലം സംസാരിച്ചത്. ഇന്ന് എന്നെ കുറിച്ച് കളവ് പറഞ്ഞപ്പോ അത് എനിക്ക് പൊട്ടിയത്. തുപ്പി ഇത് ഞാൻ പറയുന്നത് എനിക്കൊരിക്കലും ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. വ്യക്തിപരമായിട്ട് നിനക്കെതിരെ ഇപ്പോഴൊന്നുമല്ല, മുമ്പ്. അതുകൊണ്ടാണ് പണ്ട് നീ എന്നെ വിളിച്ച സമയത്ത് ഞാൻ വളരെ സ്നേഹത്തോടാണ് നിന്നോട് സംസാരിച്ചത്. അത് നിനക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഒമാനിൽ നിൽക്കുമ്പോഴാണ് നീ എന്നെ വിളിക്കുന്നത്. ഇന്റർനാഷണൽ സമയത്തും ഞാൻ നിന്റെ റോമിംഗ് കോളാണ് ഞാൻ എടുക്കുന്നത്. കാരണം നീ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ഞാൻ നമ്പർ തന്നു. സ്പോട്ടിൽ നീ വിളിച്ചുടനെ ഞാൻ നിന്റെ പേര് വിളിച്ച് സംസാരിച്ചപ്പോഴാണ് നീ പറഞ്ഞ എന്റെ പേരറിയാവുമെന്ന് ചോദിച്ചു. ഓർമ്മയുണ്ടായിരിക്കുന്നത് അത് ഇഷ്ടമുണ്ടായത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോഴും ഞാൻ ഒരാൾ എന്നോട് പറഞ്ഞ കാര്യം, അപ്പൊ ഞാൻ ഈ ഇന്ന് സംസാരിച്ച മെയിൻ വിഷയം അനുമോൾ കോട്ട് പിടിക്കുകയോ അനീഷിനെ തള്ളിപ്പറയുകയോ ഒന്നും ആയിരുന്നില്ല എന്റെ ഉദ്ദേശം. ഇവിടെ എല്ലാവർക്കും PR ഉണ്ട്. എല്ലാവർക്കും വേണ്ടി വോട്ട് ചോദിക്കുന്നുണ്ട്. അവിടെ അനുമോളെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കേണ്ട കാര്യമില്ല. അനീഷിന് വേണ്ടിയിട്ടും മറ്റുള്ളവർ സംസാരിക്കുന്നുണ്ട്. ഇന്ന് തൊപ്പി ഇങ്ങനെ സംസാരിച്ചു,
ആ കൂട്ടത്തിൽ ഇന്നലകളിൽ നീ അതായത് ജിൻഡോയ്ക്ക് വേണ്ടി നീ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് വിനു പറഞ്ഞു നീ ജിൻഡോയ്ക്ക് അപ്പൊ അങ്ങനെ പറയണ്ടേ അഖിലേട്ടാ. ആ വീഡിയോയിൽ പറയണ്ടേ ജിൻഡോന്റെ PR-ലുള്ള ഒരാൾ പറഞ്ഞു തൊപ്പി അങ്ങനെ പൈസ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല, ഇതിന്റെ തെളിവൊന്നും എന്റെ കയ്യിലില്ല. അങ്ങനെ പറയണായിരുന്നു, അത് തിരുത്തി പറയണായിരുന്നു. അല്ലാണ്ട് ഇല്ല, ഇത് നമുക്ക് ക്ലാരിറ്റി ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു. ഇപ്പൊ നീ വന്നിട്ട് ലൈവിൽ പറയുക ഞാൻ ആരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടല്ല ചെയ്തത്. എനിക്ക് ജിൻഡോയെ വ്യക്തിപരമായിട്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിൽ അഖിൽമാരാറിന്റെ വ്യൂവേഴ്സിന്റെ ഇടയിൽ അങ്ങനെ ഒരു സാധനം വാർത്ത പരന്നു, തൊപ്പി പൈസ വാങ്ങി എന്നുള്ളത്. ആണോ? ഞാൻ നീ ഇപ്പൊ എന്നെ വിളിച്ചിട്ട് ഇതേപോലെ ബഹളമൊന്നും വെക്കാതെ തന്നെ ഞാൻ കേട്ടൊരു കാര്യം സത്യമല്ല എന്ന് എന്റെ അടുത്ത് നീ ജെന്യുവിനായിട്ട് പറഞ്ഞാൽ ഞാൻ തന്നെ. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ജെന്യുവിനായിട്ട് പറയുന്നത് അഖിലേട്ടാ. ഞാൻ ഈ പറയുന്നത് അല്ലല്ല, ഇത് കേട്ടോ, ഞാൻ ഈ പറയുന്നത് കളവാണെങ്കിൽ എന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും സംഭവിച്ചോട്ടെ. ബിഗ് ബോസ് ₹1 എൻ്റെ ഉമ്മ സത്യം പടച്ചോനാണ്. ₹1 പോലും ഞാൻ ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റിൽ നിന്നും ഇതുവരെ എൻ്റെ ജീവിതത്തിൽ വാങ്ങിയിട്ടില്ല, ഇനി വാങ്ങുമില്ല. ഓക്കെ, ഇതുവരെ ഞാൻ വാങ്ങിയിട്ടില്ല. അല്ല, 100% എനിക്ക് അതിനകത്ത് സന്തോഷമേ ഉള്ളൂ. കാരണം ഇപ്പം നീ ഇതിനകത്ത് പൈസ വാങ്ങാതെയാണ് നീ പറഞ്ഞതെന്നുണ്ടെങ്കിൽ വിനുവാണ് എന്റെ അടുത്ത് പറഞ്ഞത്. വിനുവിന്റെ നമ്പർ എന്റെ കയ്യിൽ ഇല്ലാണ്ടായി പോയി, ഇല്ലെങ്കിൽ ഞാൻ വിനുവിന്റെ നമ്പർ ഉണ്ടോ? വിനുവിന്റെ നമ്പർ ഉണ്ട്, ഞാൻ ഒന്ന് ആഡ് ചെയ്തേ, ഒന്ന് കോളിൽ ആഡ് ചെയ്യേ. അല്ല, അയാൾ അത് പറയുന്നത് എനിക്കൊന്ന് കേൾക്കണം. ഇത് ലൈവിൽ കൊണ്ട് കിടന്ന് ബഹളം വെക്കണ്ട. ഇതുപോലെ ഒറ്റ വോയിസ് റെക്കോർഡ് നീ ഇപ്പൊ എന്നെ വിളിച്ചിട്ട് എനിക്ക് ഒരു വോയിസ് വാട്സപ്പിൽ അയച്ചിട്ടാൻ പറഞ്ഞാൽ അല്ലല്ല, ഇത് സ്റ്റിൽ വിനു എന്ന് പറഞ്ഞ ആള്, ഈ വിനു എന്ന് പറഞ്ഞ ആൾ അങ്ങനെ ഒരു കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തെളിയിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണല്ലോ. അതാ ഞാൻ ഇപ്പോഴും തിരിച്ച് നിന്നോട് പറഞ്ഞത്. നിനക്ക് വ്യക്തിപരമായിട്ട് വിഷമം ഉണ്ടായിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ യഥാർത്ഥത്തിൽ പൈസ മേടിച്ചെന്നാ ലൈവിൽ പറഞ്ഞോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇന്നലകളിൽ നീ എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്നാ ഞാൻ പറഞ്ഞത്. പണം വാങ്ങിയെന്ന് ഞാൻ അതിൽ പറഞ്ഞു, വ്യക്തിപരമായിട്ടുള്ള അറിവുണ്ട്, തൊപ്പി അതിൽ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് എന്റെ ഓർമ്മ. അല്ല, പൈസ പറഞ്ഞു എന്റെ വ്യക്തിപരമായ അറിവ് തൊപ്പി പൈസ വാങ്ങി അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സോഴ്സ് എന്താന്ന് വെച്ചാൽ വിനു ആണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സോഴ്സ്. ആരാണ് ഈ വിനു? വിനു എന്ന് പറയുന്ന വ്യക്തിയല്ല. വിനു എന്ന് പറയുന്ന വ്യക്തിയെ വിശ്വസിക്കാൻ പറ്റുന്നല്ല ഞാൻ പറഞ്ഞത്. വിനു എന്ന് പറയുന്ന ജിൻഡോയ്ക്ക് PR ചെയ്ത ഒരാള് നിന്നെ കൊണ്ടത് പറയും. വിനുവിനെ എനിക്കറിയാം. വിനുവിനെ ആദ്യമായിട്ട് ഞാൻ വിനുവിനോട് സംസാരിക്കുന്നത് ജിൻഡോ ആയിട്ട് എന്റെ ലൈവിലേക്ക് വരുമ്പോഴാണ്. അതായത് ജിൻഡോനെ ഞാൻ ജയിപ്പിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം ജിൻഡോ എന്റെ ലൈവിലേക്ക് വരുമ്പോഴാണ് ഈ വിനുവിനെ ഞാൻ കാണുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ട്. അപ്പൊ ഞാനിത് പറഞ്ഞത് അവനടുത്ത് തന്നെ പറഞ്ഞ എന്റെ ക്ലാരിറ്റി വരുത്താം. ഞാനിപ്പോ അവനെ വിളിച്ച് സംസാരിക്കാം. ഞാൻ നിന്റെ നമ്പർ അയച്ചു തരാം. നീ അവനെ ഡയറക്റ്റ് വിളിച്ചു ഒന്ന് ഇപ്പൊ തന്നെ അയക്കല്ല, ഈ കോളിൽ തന്നെ അയക്ക്. ഞാൻ അയച്ചു. ഞാനിപ്പോ നിനക്ക് ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം. ഇപ്പൊ തന്നെ. അതായത് അഖിൽമാരാർ പറയുന്നത് വിനു എന്ന് പറഞ്ഞ വ്യക്തി, അതായത് ജിൻഡോന്റെ PR-ന് വേണ്ടി ആ സമയത്ത് വർക്ക് ചെയ്ത് വിനു എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയെന്നാണ് പറയുന്നത്. അത് എനിക്ക് തെളിയിക്കണം. ഇയാൾ അല്ല, ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട്, ഇയാളെ തെളിവുണ്ടാവുമല്ലോ അല്ലെ? ആ സമയത്ത് നമുക്ക് നോക്കാം. പിന്നെ ആ ടൈമുള്ള ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ അച്ചായനും ജിൻഡുമായിട്ട് അത്രയും ആത്മബന്ധമാണ്, മനസ്സിലായി? അവർ അത്രയും ഫ്രണ്ട്ഷിപ്പാന്ന് പറഞ്ഞുകൊണ്ട് അച്ചായൻ എന്നെ അത്രയും നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഈ ജിൻഡോക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നത്, മനസ്സിലാവും? ജിൻഡോനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ആ സമയത്ത് അച്ചായൻ പറഞ്ഞാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത്. അതിൽ നിന്ന് 10 പൈസ ₹1 പോലും ഞാൻ വാങ്ങിയിട്ടില്ല. ഓക്കെ, വിനു മാർക്കറ്റിംഗ് കിട്ടി, വിനുവിന്റെ നമ്പർ കിട്ടി. ഒരു സെക്കൻഡ്. വിനു ജിൻഡോ PR അല്ല, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നില്ലല്ലോ. അച്ചായൻ വിളിക്കുന്നത്. ഹലോ അച്ചായ, ആ വിനു എന്ന് പറയുന്നവനുണ്ടല്ലോ, വിനുവിനെ വിളി, ഡയറക്റ്റ് വിനുവിനെ വിളി. അച്ചായനെ ആഡ് ചെയ്യാം. വേണ്ട, അച്ചായനെ ആഡ് ചെയ്യും. വിനു കട്ടാക്കുന്നേ, വിനു എടുക്കുന്നില്ല. നോർമൽ കോളേ. ബിസി ആരോ വിളിക്കുന്നതാ സ്ക്രിപ്റ്റ്. വിനു ആരോ വിളിക്കുന്നത്. ഇനി വിനു എടുത്തില്ലെങ്കിൽ ഇത് ഉടായിപ്പാന്ന് മനസ്സിലായി. കാരണം ബിസി കാണിച്ചു ഓൾറെഡി. അനീഷേട്ടനെ വിജയിപ്പിക്കുക. എല്ലാവരും വോട്ട് ചെയ്യാം. 10 minutes left for vote. അനീഷേട്ടൻ ഹലോ വിനു ബ്രോ, തൊപ്പിയാണ്. അഖിൽമാരാറിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നോ?
ഞാൻ കഴിഞ്ഞ കൊല്ലം ജിൻഡോക്ക് വേണ്ടിട്ട് PR ചെയ്തത് ഇൻഫ്ലുവൻസേഴ്സോ അതൊന്നുമല്ല. അഖിൽമാരാണ് പറയുന്നത് ഞാൻ ജിൻഡോക്ക് വേണ്ടി കഴിഞ്ഞ കൊല്ലം വോട്ട് ചോദിച്ചത് ജിൻഡോന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിയിട്ടാണ് വോട്ട് ചോദിച്ചതെന്ന് പറഞ്ഞു. അതിന്റെ തെളിവ് എന്താന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞു. വിനു പറഞ്ഞു എന്ന് പറഞ്ഞു. അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? ആ കേട്ടല്ലോ. ആ തൊപ്പിന്റെ ലൈവില് ജിൻഡോ, അതിനുശേഷം ജയിച്ചതിന് ശേഷം ജിൻഡോ എന്റെ ലൈവിലേക്ക് വന്നു. ഓക്കെ, 10 പൈസ ആ ഗസ്റ്റ് ആയിട്ട് വരുമ്പോ വിനു ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഞാൻ എപ്പോഴാണ് നിന്നെ ആദ്യമായിട്ട് കാണുന്നത്? ജിൻഡോ ആ ലൈവിൽ എന്റെ അടുത്തേക്ക് വരുമ്പോ അല്ലേ ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുന്നത്? ആ അച്ഛായ ആണല്ലോ. അഖില് പറഞ്ഞത് അത് നിങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചത് സോർട്ട് ചെയ്തോ. അഖില് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് വിനു പറഞ്ഞു തൊപ്പി പൈസ വാങ്ങിയതാ. അവിടെ വേറൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. തൊപ്പി അഖിലേട്ടൻ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് തൊപ്പി ഷോ കാണാത്ത ആൾക്കാര് അല്ലല്ല, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വിനു ബ്രോ. അത് കഴിഞ്ഞിട്ട് ക്ലിയർ ആയിട്ട് അഖിൽമാരാന്ന് പറഞ്ഞു കഴിഞ്ഞ കൊല്ലം ജിൻഡോനെ ആ തൊപ്പി സപ്പോർട്ട് ചെയ്തിരുന്നു. എന്റെ പേഴ്സണൽ ബന്ധങ്ങൾ വെച്ച് ഞാൻ അറിഞ്ഞ കാര്യം അത് പൈസ വാങ്ങിയിട്ട് തൊപ്പി ചെയ്തതാണ്. ഇങ്ങനെ പറഞ്ഞു. അത് നിങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ട് അഖില് നിന്റെ പേരാന്ന് പറയുന്നത്. അഖില് പറയുന്നത് വിനു ആണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പറയുന്നത്. അത് നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ച് ക്ലാരിറ്റി. കേട്ടല്ലോ. ഈ അഖിൽമാർ ഒന്നെങ്കിൽ ഞാൻ പറയാം, അഖിൽമാരാർ രക്ഷപ്പെടാൻ വേണ്ടിട്ട് എന്നോട് ഇപ്പൊ കളവ് പറഞ്ഞത്. അഖിൽമാരാർ ഇത് എക്സ്പോസ്ഡ് എല്ലാരും പറയുന്നുണ്ട്. അച്ഛനെ വിളിക്കുന്നുണ്ട്. അച്ഛനെ ആഡ് ചെയ്യട്ടെ കോളില്. ഒരു സെക്കൻഡ്. വാട്സപ്പ് കോളിൽ തരോ? കേട്ടല്ലോ. കള്ളത്തരം, പച്ച കള്ളത്തരം. ഒരു സെക്കൻഡാ, ഒന്ന് അച്ഛനൊന്ന് ആഡ് ചെയ്യട്ടെ. ഇയാളല്ല ഇത്രക്കാരനാ? അച്ഛാ കാര്യങ്ങളെല്ലാം കേട്ടല്ലോ. ഇതാണ് അവസ്ഥ. അതായത് അഖിൽമാരാണ് പറയുന്നത് വിനു പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയതാ പറയുന്നത്. അല്ല തൊപ്പി ബ്രോ, ഇത് നമ്മളിപ്പോ ഒരാളെ മോശമാക്കണ്ട. എനിക്ക് സംസാരിക്കാനുണ്ട്. അത് പറഞ്ഞു കമന്റിൽ പറയുന്ന അച്ചായനായിരിക്കാം പൈസ വാങ്ങിയെന്ന് പറയുന്നുണ്ട് കമന്റിൽ. ആരും പൈസ വാങ്ങിയിട്ടില്ല. അതായത് തൊപ്പി, അതായത് എനിക്ക് പരിചയം അച്ചായനായിരുന്നു. അച്ചായനോട് ആ സമയം ഉണ്ടായ കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ജിൻഡോ ആ സമയത്ത് ഞാൻ സീസണൊന്നും കാണില്ല, പക്ഷെ അച്ചായൻ എല്ലാ ദിവസവും കാണാം. അച്ചായന്റെ ആത്മാർത്ഥ സുഹൃത്താണ് ജിൻഡോ. എന്നിട്ട് ആ സമയത്ത് അച്ചായൻ എല്ലാ ദിവസവും എന്നോട് പറയും ജിൻഡോനെ എങ്ങനെ ജയിപ്പിക്കണോടാ, ജിൻഡോ നമ്മളെ മുത്താടാന്ന് പറയും. അങ്ങനെ അച്ചായന്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ് ഞാൻ ജിൻഡോക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാരോട് ആവശ്യപ്പെടുന്നതും ആൾക്കാരെല്ലാവരും ജിൻഡോക്ക് വോട്ട് ചെയ്യുന്നതും ജിൻഡോ ജയിക്കുന്നതും. അതിനുശേഷം ജിൻഡോ എന്റെ ലൈവിലേക്ക് വരുന്നു. അന്നാണ് ഞാൻ ജിൻഡോനെ പരിചയപ്പെടുന്നതും വിനുവിനെ പരിചയപ്പെടുന്നതും. അന്നാണ് എല്ലാം നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അച്ചായനോട് നമ്മൾ ലാസ്റ്റ് വീക്ക് അത് തൊപ്പി ലൈവിലല്ല ഇത് നമ്മളെ സപ്പോർട്ട് ചെയ്തത്. തൊപ്പി ഒരു വീഡിയോ, അതായത് സ്റ്റോറി അല്ല, എനിക്കൊരു വീഡിയോ അയച്ചു തരായിരുന്നു. അല്ലല്ല, ഞാൻ ഇട്ട സ്റ്റോറി ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നായിരിക്കും. അതെ. അപ്പൊ അച്ചായൻ ഓൾറെഡി പറഞ്ഞിട്ടെ നമ്മള് ഞാൻ ഇത് ചെയ്തു തരുന്നുണ്ട്, പക്ഷെ പകരം എനിക്ക് ജിൻഡോനെ ഇതിൽ കൊണ്ടുവരണം. ആര് അച്ചായൻ പറഞ്ഞോ? അതെനിക്കറിയില്ല. എനിക്ക് ജിൻഡോ ലൈവിൽ വേണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ജിൻഡോ ജയിക്കണമെന്ന് ഞാനവിടെ ജിൻഡോ ട്രോഫി അടിച്ചാൽ ആ ട്രോഫിയുമായിട്ട് നമ്മുടെ വരണം, വേറെ ഒരു സ്ഥലത്തും. അതെനിക്കറിയില്ലായിരുന്നു. അത് ഞാൻ ഇപ്പൊ അറിയുന്നത്. കാര്യം ജിൻഡോ പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വാട്സപ്പിൽ, ജിൻഡോ ഇവിടുന്ന് മത്സരത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ വാട്സപ്പിൽ എനിക്ക് വോയിസ് അയച്ചിരുന്നു. ഇതെന്താന്നറിയോ തൊപ്പി ബ്രോ, ഓൾറെഡി അനീഷ് അനിമോൾ ഫൈറ്റ് നടക്കുന്നുണ്ട് ഓൾറെഡി. അതെ, അല്ല ശരിക്കും ഞാൻ എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കാം, ശരിക്കും ഈ അഖിൽമാരാർ അനുമോളുടെ PR ആണോ? ഞാൻ പറഞ്ഞല്ലോ, അവര് എന്തിനാ അനുമോളിനെ ഇങ്ങനെ ഇട്ട് സപ്പോർട്ട് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ തൊപ്പിനെ ആദ്യം വിളിക്കൂലേ? എനിക്ക് തൊപ്പിനെ അറിയൂടെ? തൊപ്പിന്റെ നമ്പർ എന്റെ ഇല്ലേ? എനിക്ക് ഏഞ്ചൽ സർജനെ അറിയൂടെ? അതെ, നമ്മൾ ഇവിടെ ഒരു PR വർക്ക് നടക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, നമ്മളുള്ള വീഡിയോസ് അനീഷിനുള്ള പോലെ തന്നെ നമുക്കുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ആ പെണ്ണിന്റെ ലാസ്റ്റ് വീക്ക് എല്ലാരും കൂടി ആക്രമിക്കണം കണ്ടപ്പോ എല്ലാരും കൂടി സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. അത് ഒരു കഴിഞ്ഞ ആഴ്ച ഒരു അനീഷിനെ ജയിക്കും തന്നെ ഞാൻ പറഞ്ഞത്. എല്ലാരും കൂടി, അതായത് എല്ലാരും കൂടി കണ്ട് ഇപ്പൊ മലയാളി ജനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വരെ ഇത് മനസ്സിലായിട്ട് കാര്യമാണ്. പിന്നെ 3 മിനിറ്റ് കൂടി ഇപ്പൊ വോട്ട് തീരാൻ 2 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞ തൊപ്പിയുടെ ലൈവ് കൊണ്ട് ചിലപ്പോ അനീഷ് ജയിക്കായിരിക്കും.
എന്തായാലും ജയിക്കും. കാരണം ഇതെന്റെ ഈഗോ പ്രശ്നമാണ്. എന്റെ ഈഗോ അഖിൽമാരാർ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അവിടെ ഞാൻ പറഞ്ഞില്ല, അവിടെ അനീഷ് ജയിക്കുന്നതല്ല ഈഗോ പ്രശ്നം. അതിന്റെ അപ്പുറം ഇതൊരു ഗെയിമാണ്. ഈ ഗെയിമില് സർവൈവ് ചെയ്യുന്ന ആള് ജയിച്ചാൽ അതിനൊരു വാല്യൂ ഉണ്ടാവും. അല്ലാതെ നമ്മൾ കണ്ടന്റ് കൊടുക്കാത്ത ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ, ഒരു സാധാരണക്കാരെന്ന ലേബലിൽ ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ അത് ഒരു സിമ്പതി വോട്ടാണ്. അതല്ല വേണ്ടത്. നമുക്ക് ഒരു വിന്നർ ഗെയിമാണ്. 2 മിനിറ്റ് കൂടെ ഉള്ളൂ. ഞാൻ പറഞ്ഞു തൊപ്പി അങ്ങനെ ചെയ്യുന്നത് തൊപ്പിയുടെ ഒരു മിടുക്കാണ്, തൊപ്പിയുടെ ഒരു ഇതാണ്. തൊപ്പി അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞില്ല, അവർക്ക് എത്ര കാശ് പോലും കൊടുത്താലും കിട്ടാത്തൊരു PR ആണ് ഇപ്പൊ തൊപ്പി ചെയ്തത്. അതെ ഞാൻ 10 പൈസ കൊണ്ട് ഫ്രീ ആയിട്ട് വെറും മനുഷ്യത്വത്തിന്റെ പേരിലാണ് ഞാൻ ഈ PR ചെയ്യുന്നത്. അതെ അത് ഞാൻ പറഞ്ഞില്ല, അത് തൊപ്പിക്ക് നാളെ മനസ്സിലാവും അത് റോങ് ആയിട്ട് തൊപ്പി ചെയ്തു നാളെ തൊപ്പി റിഗ്രറ്റ് ചെയ്യും. അതെന്താ അങ്ങനെ പറയാൻ കാരണം? നിങ്ങള് അനീഷിനെതിരാണോ? അല്ല അത് ഇപ്പൊ പിന്നെ മനസ്സിലാവും. അപ്പൊ ഞാൻ ആരെയാ സപ്പോർട്ട് ചെയ്യേണ്ടത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യണമായിരുന്നു? ഞാൻ സീക്രട്ട് ഏജൻസ് ആയി പറഞ്ഞ പോലെ തന്നെയാണ്. ആരെയും സപ്പോർട്ട് ചെയ്യാം. അതൊക്കെ തൊപ്പിക്ക് പേഴ്സണലി സപ്പോർട്ട് ചെയ്യാം. അതെ, എന്റെ പേഴ്സണൽ താല്പര്യമാണ് ഈ അനീഷിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. ഞാൻ അതാണ് പറയണത് ബ്രോ. അത് തൊപ്പിയുടെ ഇഷ്ടമാണ്. ഞാൻ ഒരിക്കലും തൊപ്പിയുടെ ഇഷ്ടത്തിനെതിരെയോ തൊപ്പിയുടെ പിന്നെ നാളെ ഞാൻ റിഗ്രറ്റ് ചെയ്യുമെന്ന് പറയാൻ കാരണം അതങ്ങനെയാണ്. ഞാൻ അല്ല, അതിന്റെ ക്ലിയർ ആയിട്ട് പറ. അത് നാളെ തൊപ്പി തന്നെ ഒരു ലൈവ് ചാറ്റിൽ വന്ന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇവനെ ചെയ്യിപ്പിക്കണ്ടായിരുന്നു എന്ന് തൊപ്പി വന്ന് പറഞ്ഞിരിക്കും. അത് ഇപ്പൊ നിങ്ങൾ എങ്ങനെ പ്രൊഡിക്ട് ചെയ്യും? അതിന് എന്തെങ്കിലും ഒരു കോണ്ടെക്സ്റ്റ് പറ. അത് തൊപ്പിക്ക് പല പ്രാവശ്യം അങ്ങനത്തെ റിഗ്രറ്റ് തോന്നിയിട്ടുണ്ട്. അതെനിക്കറിയാം. ഓക്കെ, ലൈഫിൽ പല തീരുമാനങ്ങളും ഞാൻ തെറ്റായിട്ട് എടുത്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ ഇതങ്ങനെ ചെയ്യുമെന്ന് പറയാനുള്ള കാരണം, ഇതങ്ങനെ റിഗ്രറ്റ് ചെയ്യുമെന്ന് പറയാൻ കാരണം ഈ 1 മിനിറ്റിനുള്ളിൽ എല്ലാം തീരും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇത്ര ഇപ്പൊ അനുമോൾക്ക് ഇതുവരെ ഉണ്ടായ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഉണ്ടായ സപ്പോർട്ട് അല്ല. അത്രയും നെഗറ്റീവ് ഡീഗ്രേഡിങ് ഉണ്ടായി. ഞാൻ പറഞ്ഞില്ല, അനുമോളുടെ ഫാമിലി അനുഭവിച്ച സൈബർ ബുള്ളിങ് തൊപ്പിക്ക് ചിലപ്പോ കാണുന്നുണ്ടാവില്ല. അനുമോളുടെ ചേച്ചിയുടെ നമ്പർ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ വരെ വിനൂറ ഇപ്പോഴും ഇങ്ങനത്തെ ഈ ബിഗ് ബോസിലെ PR വർക്കുകൾ ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ അപ്പൊ ആയിക്കോട്ടെ നടക്കട്ടെ. അങ്ങനല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഞാൻ കാര്യം പറ്റേ. ഇപ്പൊ അഖിൽമാരോടായാലും ബ്രോനോടായാലും എനിക്ക് ഒരു ദേഷ്യമില്ല. എന്റെ പേരിൽ വലിച്ച അയച്ചോണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ ഇടപെട്ടത്. മനസ്സിലാവും? അല്ല, ഇതെല്ലാം ഒരു ഗെയിം സ്പിരിറ്റിലെ ഞാൻ എടുക്കും. അല്ല ഞാൻ പറയുന്നത്, നിങ്ങളും അഖിൽമാരും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു, ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതെല്ലാം ഒരു ഗെയിം സ്പിരിറ്റ്. ഇപ്പോൾ IPL നടക്കുമ്പോൾ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു, അത്രേ ഞാൻ കാണുന്നുള്ളൂ. അല്ലാണ്ട് ഇതെല്ലാം അങ്ങനെ ഒരു പേഴ്സണൽ ഗ്രഡ്ജൊന്നും ഞാൻ എടുക്കുന്നില്ല. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. അനുമോൾ ജയിക്കട്ടെ, നിങ്ങളെ ആഗ്രഹം നടക്കട്ടെ. ഞാൻ അനീഷ് ജയിക്കാനും ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. സി യു ബൈ ബ്രോ. ഓക്കെ, അച്ഛാ ലൈവ് കൊടുക്കണ്ട? എപ്പോഴാ? 21 എന്തോ പറഞ്ഞല്ലേ പടം റിലീസ്? എപ്പോഴാ പടത്തിന്റെ ധീരം സിനിമ മലയാളം 21-ാം തീയതി? ഓക്കെ കാണാം 21-ന് അങ്ങ് എത്തിക്കോളാം. ബൈ, സി യു. അപ്പൊ ഓനെന്തൊരു PR അല്ലേ? 2 മിനിറ്റേ ഉള്ളൂ. പേഴ്സണലി ഉള്ള സംഭവം പബ്ലിക് ഓനക്കറിയാലോ, ലൈവ് കാണുന്നുണ്ട്. അല്ലടാ, ഞാൻ കാരണം വേണ്ടേ, ഇതിന് നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണൽ ഇത് വെച്ചിട്ട് സംസാരിക്കണ്ടെന്ന് എൻ്റെ അഭിപ്രായം. കാരണം ഇതൊരു ഗെയിം സ്പിരിറ്റിലാണ് ഞാൻ എടുക്കുന്നത്. എനിക്കെന്തോ ഞാനൊരു ബെറ്റ് ചെയ്യുന്ന പോലെ ഞാൻ ഇത് കാണുന്നത്. അതായത് നമ്മൾ IPL ഒരു ടീമിനെ ബെറ്റ് ചെയ്തിട്ട് ആ ടീം ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ആ വാശി ഉണ്ടല്ലോ, ആ ഒരു വാശി പോലെ ഞാനിത് കാണുന്നുള്ളൂ. അല്ലാണ്ട് അനീഷിനോട് എനിക്ക് ഇതോ അല്ല അനീഷിനെ നിന്ന് പൈസ വാങ്ങിയിട്ട് അങ്ങനെ ഒന്നല്ല. മനസ്സിലാവും? എന്ന് വെച്ചാൽ ഇതൊരു വാശി. മനസ്സിലായി? ആദ്യം എനിക്ക് അനീഷിനോടൊരു സിമ്പതി ആയിരുന്നു, ഇപ്പൊ എനിക്ക് ഒരു വാശിയാണ് അനീഷ് ജയിക്കണം എന്നുള്ളത്. അപ്പൊ അഖിൽമാരാർ ഇതെന്താ? സ്ക്രീനിൽ ടൈം 9:41. എടാ, അത് ഇതിൽ കാണിക്കുന്നതാ. അത് സ്ക്രീൻ മിററിൽ ഫുൾ ടൈം 9:41 കാണിക്കും. മല്ലു ട്രാവലറാ പറയടാ. എടാ, ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ? ചെറിയ തിരക്കാ. മീറ്റാ. ഒറ്റക്കാ? ഞാൻ ലൈവ് ആണേ. ഒറ്റക്കല്ലേ? ഞാനൊരു 1 hour. അല്ല, അപ്പൊ അഖിൽമാരാർ എന്താ? എല്ലായിടത്തും ഉണ്ട്. ഞാൻ പറയുന്നത് ഇയാളും ഇതൊരു ഗെയിം സ്പിരിറ്റിൽ എടുത്തതായിരിക്കും. പക്ഷേ പേഴ്സണലി പൈസ വാങ്ങിച്ചതൊന്നും പറയണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അതും പിന്നെയും കളറല്ലോ. വിനു പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, അത്രയും ക്ലിയർ കട്ടിലെ കാര്യങ്ങൾ സംസാരിക്കും. സോഷ്യൽ പ്രതിബദ്ധത ഉള്ള ഒരാളാ. നമ്മൾ കാണുമ്പോ അങ്ങനെ, പുറത്ത് നമ്മൾ കാണുമ്പോ അങ്ങനെ. ഇപ്പൊ റിയൽ ഇയാളെ ഉള്ളിൽ എന്താന്ന് ആർക്കറിയാം. ഇപ്പൊ എന്റെ കാര്യം വരുമ്പോ എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത വരുന്നത്, ഇയാൾ ഇങ്ങനെ ഒരാളാണോ? ഇതാ നമുക്ക് പറയാൻ പറ്റില്ല. നെറ്റ് ലാഗുണ്ടാ? ബഫർ ഉണ്ടോ? അത് വിളിക്കുന്ന മാരാറ വിനു പറഞ്ഞത് കേട്ടല്ലോ, ലൈവ് കേട്ടല്ലോ. ഇനി നിങ്ങളോട് എനിക്ക് ഇതിനെക്കുറിച്ച്
ഞാൻ നിന്റെ ലൈവ് ഒന്നും കേട്ടില്ല. ഞാൻ ബിനുവിനെ വിളിച്ച് സംസാരിച്ചപ്പോ അവൻ പറഞ്ഞു നീ അവനും തമ്മിലൊരു ബാർട്ടർ കരാറാണ് ഉണ്ടാക്കിയതെന്ന്. ബാർട്ടർ കരാറോ? നിങ്ങൾ എന്തൊരു നിങ്ങൾ ഈ വീടെടുത്ത് കടന്ന് ഉരുളുവല്ലേ നിങ്ങള്? എന്തൊരു കൺവിൻസിങ് ആകില്ല. ജിൻഡോ നിന്റെ ലൈവിൽ വന്നായിരുന്നു. ജിൻഡോ എന്റെ ലൈവിൽ വന്നത് ആ ട്രോഫിയും കൊണ്ട് ആദ്യം എന്റെ ലൈവിൽ വരണമെന്ന് അച്ചായൻ പറഞ്ഞിരുന്നു. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? അല്ല, ഞാൻ ചോദിച്ചത് 8 ലക്ഷം രൂപ കൊടുത്തെന്നല്ലേ പറഞ്ഞിരുന്നത്? 8 ലക്ഷം രൂപ അത് വേറെ കാര്യം. 5 പൈസ കൊടുത്തില്ലല്ലോ. അത് നീ അറിയേണ്ട കാര്യമില്ലല്ലോ. അത് നമ്മൾ ലൈവിൽ ഒരാളെ കൊണ്ടുവരുമ്പോൾ പൈസ വാങ്ങുന്നതും പൈസ കൊടുക്കുന്നതും നീ അറിയേണ്ട കാര്യമില്ല. നീ പറഞ്ഞ കാര്യം ഞാൻ പൈസ കൊടുത്തിട്ടല്ല, ഞാൻ പൈസ വാങ്ങിയിട്ട് ഓക്കെ ശരി ഞാൻ ഉരുളുന്നുണ്ട്. പറ. ബിഗ് ബോസ് നിന്റെ ലൈവിൽ കൊണ്ടുവരാം, അതിന് നീ സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള കരാറാണ്. ഞാൻ ബിനുവിനെ വിളിച്ച് ഞാൻ ചൂടായി. എന്ത് കരാറ്? അതായത് ഞാൻ PR ചെയ്താൽ ജിൻഡോ എന്റെ ലൈവിൽ വരാമെന്നാണോ കരാറ്? ആ കരാറ് ആര് പറഞ്ഞ ആ കരാറ്? സാധാരണ ഞാനിപ്പോ ബിഗ് ബോസിൽ ജയിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യത്തെ ഇന്റർവ്യൂ കൊടുത്ത വലിയ പൈസ മേടിച്ചാൽ കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് ഒരു ബിഗ് ബോസ് വിന്നർക്ക് ആ സമയത്ത് ഒരു എമൗണ്ട് കിട്ടും. ജിൻഡോയ്ക്ക് 5 പൈസ കൊടുത്തില്ല. പകരം അതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ എടാ അത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ എന്റെ ലൈവിൽ ഓരോരാളെ ഇപ്പൊ ഞാൻ നിന്നെ എന്റെ ലൈവിൽ വിളിക്കുന്നുണ്ടെങ്കിൽ നിനക്കൊരു പൈസ തരും, മനസ്സിലായോ? അത് എന്റെ പേഴ്സണൽ കാര്യം. അത്ര ഗതികെട്ട അവസ്ഥയിലേക്ക് ഞാൻ പോകുമ്പോ ഞാനത് വരാം. ഗതികെട്ട അവസ്ഥയിലാണോ ഉള്ളതെന്ന് നേരത്തെ തെളിയിച്ചു കഴിഞ്ഞു. നിന്റെ കള്ളത്തരത്തിലൂടെ നീ അത് തെളിയിച്ചു കഴിഞ്ഞു. ഓക്കെ, കള്ളത്തരം ആരെയാണ് പൊളിഞ്ഞു? എന്താ പൊളിഞ്ഞത്? പൈസ വാങ്ങിയത് നീ തെളിയിച്ചോ? ജിൻഡോയെ നിന്റെ ഇന്റർവ്യൂവിൽ ഫ്രീ ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കാതെ PR ചെയ്തു കൊടുത്തു. PR ആര് ചെയ്തു കൊടുത്തു? അങ്ങനെ ഒരു ഡീൽ ആരുണ്ടാക്കി? നീ കണ്ടോ ഞാൻ അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കുന്നത്? ഇതായിരുന്നു കോൺട്രാക്ട്, ഇതായിരുന്നു നടന്നത്. ആര് കോൺട്രാക്ട് ഉണ്ടാക്കി? അതിന്റെ തെളിവൊന്ന് കാണിക്കേ. തെളിവെന്ന് നീ സംസാരിക്കുന്ന കേട്ടോ. ആ തെളിവ് എന്ന് പറയുമ്പോ നിനക്ക് പൊട്ടും. കാരണം തെളിവുകൾ നിന്റെ കയ്യിലില്ല. ഇതെന്തോ ഇന്റർനാഷണൽ കരാറാണ്. ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരാളെ ജയിപ്പിക്കാൻ വേണ്ടി നീ സംസാരിച്ചിട്ട് അയാളെ ജയിപ്പിക്കാൻ വേണ്ടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അച്ചായനും അയാളും തമ്മിൽ എന്തെങ്കിലും ആയിട്ടുണ്ടോ? അതെനിക്കറിയില്ല. അത് അച്ചായനും അയാളും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിന്റെ പേരിലാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത്. അല്ലാണ്ട് ലളിതമായിട്ടൊരു കാര്യം ഞാൻ പറയാം. സമൂഹത്തിൽ ദോഷകരമാകുന്ന ഒരു കാര്യം വന്ന് ഈ അച്ചായനെന്നല്ല നിന്റെ കൂടെയുള്ള ഏതെങ്കിലും ഒരു പിള്ളേർ നിന്നോട് പറഞ്ഞാൽ നീ അത് പബ്ലിക്കായിട്ട് സമൂഹത്തോട് പറയും. എങ്ങനെ? അതായത് നിന്റെ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞതിന്റെ പേരിൽ ഇപ്പൊ നീ ഇത് പറയുന്നു അച്ചായൻ പറഞ്ഞിട്ടാണ് ഈ തൊപ്പിക്ക് വോട്ട് പിടിച്ചു, അല്ല ജിൻഡോയ്ക്ക് വോട്ട് പിടിച്ചെന്ന് പറഞ്ഞു. അതിനിപ്പോ എന്താ? നമ്മള് ഒന്നിച്ചുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് നമ്മൾ നടത്തി കൊടുക്കാം. അതിനിപ്പോ എന്താ പ്രശ്നം? അത് ഇല്ലീഗലാണോ? ഞാൻ ചോദിക്കുന്നത് അത് ഇല്ലീഗലാണോ? അല്ലെങ്കിൽ അതിലെന്താ പ്രശ്നം? അല്ല, അത് ഒരാൾക്ക് കിട്ടേണ്ട സ്ഥാനം സൗണ്ട് ശരിയാക്കി. ഒരു പക്ഷേ ഒരു 10,000 വോട്ടെങ്കിൽ 10,000 വോട്ട്, അല്ലെങ്കിൽ 5,000 വോട്ടെങ്കിൽ 5,000 വോട്ട്, എത്ര ആയിക്കോട്ടെ. നീ പറയുന്നതിലൂടെ കുറച്ച് പേർ ഒരു മത്സരാർത്ഥിക്ക് വോട്ട് കൊടുക്കുന്നു. അത് അർഹതയില്ലാത്തതാണോ ഇല്ലയോ എന്ന് അന്വേഷിക്കാതെ ഒരാൾ വന്ന് പറഞ്ഞാൽ അതേപടി ചെയ്യുന്ന ഒരാളാണ് തൊപ്പിയെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. നാളെയും നീ പറയുന്ന കാര്യങ്ങൾക്ക് ആ വിലയെ ഞാൻ കൊടുക്കും. നമ്മളൊരു വിഷയം ഇപ്പൊ ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോ ഇപ്പൊ നിനക്കൊരു വിഷമം ഉണ്ടായെങ്കിൽ ഞാൻ വിനുവിനെ വിളിച്ച് ചൂടായി. ഞാൻ പറഞ്ഞു വിനു നീ അല്ലേ എന്നോട് പറഞ്ഞ പൈസ കൊടുത്തെന്ന് വിനു പറഞ്ഞിട്ടില്ല മാറാറ. വിനു പൈസ ഞാൻ ഇപ്പൊ വിളിച്ച് ചോദിച്ചപ്പോ ഇതാ ലൈവിൽ എല്ലാരും കേട്ടല്ലോ അത്. അപ്പൊ എന്നോട് പറഞ്ഞത് പൈസ കൊടുത്തെന്ന് പറഞ്ഞത് ഞാൻ അവനെ വിളിച്ച് കോൾ റെക്കോർഡ് ഉണ്ടോ? അതല്ലേ കോൾ റെക്കോർഡ് നിനക്ക് അയച്ചു തരാന്ന് അതല്ലേ ഞാൻ പറഞ്ഞത്. അവൻ എനിക്ക് പൈസ തന്നു എന്ന് പറഞ്ഞത് അതിന്റെ കോൾ റെക്കോർഡ് ഒന്ന് അയച്ചേ. ഇപ്പൊ തന്നെ ഒന്ന് അയച്ചേ. അല്ല ഇപ്പൊ ഒന്ന് അയച്ചേ. ഞാൻ പൈസ വാങ്ങിയെന്ന് പറയുന്നതിന്റെ കോൾ റെക്കോർഡ് ഒന്ന് അയച്ചേ. തൊപ്പി വിനു എന്നോട് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാനാണ് ഞാൻ ഇപ്പോൾ അവനെ വിളിച്ചത്. അപ്പോഴാണ് അതിന്റെ ക്ലാരിറ്റി അവർ എനിക്ക് കുറച്ചും കൂടെ വ്യക്തമായി തരുന്നത്. അതെന്ന് പറയുന്നത് ഇവിടുത്തെ നോർമൽ കൊളാബ് സിസ്റ്റം ഉണ്ടല്ലോ. ആൾക്കാർ തുണി കൊടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ടെക്സ്റ്റൈൽസുമായിട്ട് കൊളാബ് ഇടും. അതുപോലെ നിനക്ക് ഇന്റർവ്യൂവിൽ ജിൻഡോയെ ഫ്രീ ആയിട്ട് കൊണ്ടുതരാം. അതുകൊണ്ടാണ് തൊപ്പി ഞാൻ അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഒരു ഡീൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എങ്ങനെ ചോദിച്ചത്? നീ പൊതുസമൂഹത്തോട് ജിൻഡോയ്ക്ക് 8 ലക്ഷം രൂപ കൊടുത്തെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. അത് എന്റെ കമ്പനിയും ഞാനും ജിൻഡോയും തമ്മിലുള്ള കാര്യം. അത് നീ പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് 8 ലക്ഷം കൊടുത്ത ജിൻഡോയ്ക്ക് എത്ര GST അടച്ചു, എത്ര ഇൻകം ടാക്സ്? ഇതൊന്നും എനിക്കറിയില്ല. ഇത് എന്റെ കമ്പനിയും അവരും തമ്മിലുള്ള ഡീലാണ്. ഇതിൽ ഞാനില്ല. എന്നോട് പറഞ്ഞു. ഞാൻ കേക്കട്ടെ. സാമ്പത്തിക ഇടപാട് നടത്തുന്നത് നിയമപരമായിട്ടാണല്ലോ. അപ്പൊ എനിക്ക് നിനക്കെതിരെ നിയമപരമായിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. മൂവ് ചെയ്യടാ. നീ മൂവ് ചെയ്യ്. അതിനെന്ത് മൂവ് ചെയ്തിട്ട് നാളെ തന്നെ അല്ല അത്രയ്ക്ക് ഇതുണ്ടെങ്കിൽ നാളെ രാവിലെ പോയിട്ട് നീ എനിക്കെതിരെ ഒരു കേസ് കൊടുക്ക്. ഞാൻ സാമ്പത്തിക തട്ടിപ്പ് കാണിച്ചെന്ന് പറഞ്ഞിട്ട്. നിനക്ക് അങ്ങനെ ഒരു കമ്പനിയോ നീ 8 ലക്ഷം കൊടുത്തെന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമല്ലല്ലോ. യാഥാർത്ഥ്യമെല്ലാം നീയാണ് തീരുമാനിക്കുന്നത്. എന്നോട് എന്റെ കമ്പനി പറഞ്ഞു ഈ ജിൻഡോക്ക് ഇത്ര പൈസ കൊടുത്തു, ജിൻഡോന്റെ ലൈവിൽ കൊണ്ടുവരുന്നു. ഇത്രേ എനിക്കറിയൂ. ഈ നമ്മുടെ ഇപ്പൊ ബിഗ് ബോസിൽ പോയ 4 പേരെടുത്ത് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചപ്പോ നിവിൻ എന്ന് പറഞ്ഞു MN നമ്പിയായിരുന്നു പറഞ്ഞത്.
അപ്പൊ ആ മാനസികാവസ്ഥയിലുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നീ തൊപ്പി ഇതൊക്കെ പറഞ്ഞാൽ മതി. എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണെന്ന് നീ എന്താ വ്യക്തമായിട്ട് അറിയുന്ന കാര്യങ്ങൾക്ക് തെളിവില്ലല്ലോ ഈ പറയല്. കൊടുക്കണമെങ്കിൽ നിന്റെ കമ്പനിയുടെ റിട്ടേൺ എത്രയാണ്, നീ ഒരു വർഷം അടയ്ക്കുന്ന ഇൻകം ടാക്സ് റിട്ടേൺ എത്രയാണ്, നീ വർഷം അടയ്ക്കുന്ന ഇൻകം ടാക്സ്. ഇത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ എത്ര ഇൻകം ടാക്സ് അടക്കുന്നുണ്ട്, എന്റെ റിട്ടേൺ എത്ര, എന്റെ GST എത്ര, നിന്നോട് എന്നെ നീ ബോധിപ്പിക്കണ്ട. ഞാൻ പറഞ്ഞത് ഇത് നീ സമൂഹത്തോട് ഈ വിട്ടിത്തരങ്ങൾ വിളിച്ചു പറയുമ്പോ എടാ അത് നിനക്ക് എന്തെങ്കിലും ദ്രോഹം ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത് ഇതിൽ നിനക്ക് എന്താണ് നഷ്ടം? അല്ലെ ഞാൻ ആരെയാണ് പറ്റിച്ചത്? നീ ജിൻഡോയ്ക്ക് നീ പൊതുസമൂഹത്തോട് പറഞ്ഞതാണ് നീ ജിൻഡോയ്ക്ക് 8 ലക്ഷം കൊടുത്താൽ. ഞാൻ കൊടുത്തല്ല, എന്റെ കമ്പനി കൊടുത്തു. അങ്ങനെ കൊടുത്തിട്ട് നമ്മള് ലൈവിൽ ഓരോരാളെ കൊണ്ടുവരുമ്പോ പൈസ കൊടുക്കാറുണ്ട്. ഇപ്പൊ 20,000 രൂപ 30,000 രൂപ 50,000 രൂപ മേടിച്ചിട്ട് PR ചെയ്ത് റോക്കിക്ക് അല്ല ആ സമയത്ത് ജിൻഡോ കൂടാണ്ട് വേറൊരാൾ വന്നിരുന്നു, റോക്കിക്കും ഞാൻ പൈസ കൊടുത്തിരുന്നു. ഞാൻ ഓരോരോ ആൾക്കാർ എന്റെ ലൈവില് സെലിബ്രിറ്റികളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഞാൻ പൈസ കൊടുത്തിട്ടാ കൊണ്ടുവരില്ല. ആണ് ഞാനല്ല, എന്റെ കമ്പനി കൊടുത്തു. എന്നോട് ഞാൻ അറിഞ്ഞ കാര്യം അതാണ്. എന്റെ കമ്പനി അയാൾക്ക് പൈസ കൊടുക്കുന്നു, എന്നോട് പറയുന്നു അയാൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. ഓക്കെ, എന്റെ ലൈവിൽ വന്നിരിക്കുന്നു, സംസാരിക്കുന്നു, തിരിച്ചു പോകുന്നു. ഇതിന് ഞാൻ എന്താണ് ചെയ്തത് ഒന്ന് പറ. ഈ കമ്പനി എന്ന് പറയുന്നത് അപ്പനും സുഭദ്ര അടങ്ങുന്ന വേറെ ട്രസ്റ്റ് ഒന്നും അല്ലല്ലോ. നിനക്ക് അപ്പനും സുഭദ്ര തന്നെ എന്റെ അപ്പനാണോ ചങ്ങായി ഉദ്ദേശിച്ചത്? പിന്നെ അല്ല, സ്ഥിരമായിട്ട് ഉത്തരം മുട്ടുമ്പോ തന്തക്ക് വിളിക്കുന്ന ഒരു സ്വഭാവം അഖിൽമാരാറിനുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. അല്ലല്ല, എനിക്ക് കമ്പനി ഉണ്ട്, എനിക്ക് ഓർഗനൈസേഷൻ ഉണ്ട്, എനിക്ക് കമ്പനി ഉണ്ട്. ഓരോ ആൾക്കാർ ഇവിടെ വരുന്നത് കറക്റ്റ് എന്റെ ഓൺ, ഞാനും കൂടി പാർട്ടായിട്ടുള്ള കമ്പനിയാണ്, എനിക്ക് ഷെയറുള്ള കമ്പനിയാണ്. നമ്മൾ MRC എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഗനൈസേഷനാണ്. അല്ല ഞാൻ എന്തിനാ ഇതെല്ലാം നിന്നോട് ബോധിപ്പിക്കേണ്ട കാര്യം? ഞാൻ ഓരോരാളെ കൊണ്ടുവരുമ്പോ ഓരോ പൈസ കൊടുക്കും, മനസ്സിലായോ? ഞാൻ പറയുന്നത് തൊപ്പി ജിൻഡോയ്ക്ക് പൈസ കൊടുക്കാതെയാണ് കൊണ്ടുവന്നത്. അത് നീ നേരത്തെ നീ പറഞ്ഞത് ജിൻഡോ എനിക്ക് പൈസ തന്നിട്ടാണ് PR ചെയ്തത്, അത് പൊളിഞ്ഞു. ഇനി അടുത്തത് ജിൻഡോ പൈസ കൊടുക്കാണ്ടാണ് വന്നത്. അടുത്തത് എന്ന് പറയുന്നത് പണം തന്നെ ആവണമെന്നില്ല തൊപ്പി. എങ്ങനെ? ഒരാൾക്ക് ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ സ്വാധീനമാണുള്ളത്. സമൂഹത്തിൽ ഇപ്പൊ 1 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു പയ്യന് ആരെങ്കിലും ഒരാൾ ഒരു ഡ്രസ്സ് കൊടുത്തിട്ട് ആ ഡ്രസ്സ് ഒരു മെൻഷൻ ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ആ ഫോളോവേഴ്സിലൂടെ ആ ഡ്രസ്സ് 10 പേരിലേക്ക് എത്തുക. അതുകൊണ്ടാണ് ഈ ടെക്സ്റ്റൈൽസ് കമ്പനികളും ബോട്ടിക്കുകളും ആൾക്കാരെ വെച്ച് മെൻഷൻ ചെയ്ത് കൊളാബ് കൊടുക്കാൻ പറയുന്നത്. അതേപോലെ നിന്റെ ഉദ്ദേശം അതും ഇതും തമ്മിൽ എന്താ ബന്ധം? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറ. എന്താണ് നിന്റെ റിട്ടേൺ? എന്നെ വിളിച്ചത് എനിക്ക് കണ്ടന്റ് അല്ലേ നിന്റെ റിട്ടേൺ? എന്ത് റിട്ടേൺ? നിങ്ങൾ ഫീൽഡ് ഔട്ട് ആണെങ്കിൽ ഞാൻ ഫീൽഡ് ഔട്ട് ആവും. ഞാൻ നിങ്ങൾ ഈ കണ്ടന്റ് ഞാൻ കണ്ടന്റാണെന്ന് പറയുന്നത്. അതിന് മാത്രമല്ല എന്ത് കണ്ടന്റ് വാല്യൂ നിങ്ങൾക്ക് ഉള്ളത്? പണ്ടുണ്ടായിരുന്നോ? നിനക്ക് വ്യത്യാസം അതാണ്. നിനക്ക് നിന്റെ കണക്ക് ഈ മൊബൈൽ എടുത്ത് തൊലിച്ചോണ്ടിരിക്കുന്ന പണിയല്ല എനിക്ക്. തൊലിച്ചോണ്ടിരിക്കുന്നത് നിങ്ങളെ ഭാഷ ഇത്ര അധപ്പതിച്ചു പോയത്. അഖിലെ ഈ തൊലിച്ചോണ്ടിരിക്കുന്ന കൊടച്ചോണ്ടിരിക്കുന്ന തന്തക്ക് വിളി ഇങ്ങനെയൊക്കെ ആയോ അഖിൽമാരാറ്? റീച്ച് കുറയുമ്പോഴേക്ക് ഇങ്ങനെയൊക്കെ ആയോ അഖിൽമാരാറ്? ആണ് ഇപ്പൊ തൊലിച്ചോണ്ടിരിക്കണ്ടെന്നെല്ലാം പറയേണ്ട കാര്യം എന്താ? ആരാ ബോധമില്ലാത്ത കാര്യം പറഞ്ഞത്? ആദ്യം ആരാ പറഞ്ഞത്? ഞാനിതിൽ ഇടപെടാൻ കാരണം എന്താ? ഞാൻ ആരെ പേടിക്കുന്ന? അഖിലെ നീയല്ലേ പേടിക്കുന്നത്? നിനക്കല്ലേ പേടി? ഞാൻ എന്റെ നിരപരാധിത്വം ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. പൊതുസമൂഹത്തിന്റെ മുന്നില് ഞാൻ കളവ് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അനീഷിന് വേണ്ടി വോട്ട് ചോദിച്ചെങ്കിൽ നാളെ അനീഷിനെ കൊണ്ട് നിനക്ക് മറ്റൊരു ഉപകാരം. അതാണ് പണം മാത്രമാണ്. നീ എന്ത് വേണേലും പറഞ്ഞുണ്ടായിക്കോ അഖിലെ. നീ ഓരോ മിനിറ്റിലും ഓരോ വാക്കുകൾ ജനത്തിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കും. ഇത് തന്നെയാണ് നീ പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ എന്താന്ന് വെച്ചാ ചെയ്തോ. ഒരിക്കലും അങ്ങനെ ഒരു ഡീല് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ജയിച്ചു കഴിഞ്ഞപ്പം അയാൾ എന്റെ ലൈവിലേക്ക് വന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു താല്പര്യം എനിക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ കൊണ്ടുവന്നാള് വിനുവാണ്. കൊണ്ടുവന്നാള് വിനു എന്ന് പറഞ്ഞാൽ അച്ചായനും ജിൻഡോവും തമ്മിലാണ് ഈ ഫ്രണ്ട്ഷിപ്പ്. എനിക്ക് ഇവരെ ആരുമായിട്ട് പരിചയമില്ല. അച്ചായൻ എന്റെ ഫ്രണ്ടാണ്. അച്ചായനാണ് ഇവന്മാരുമായിട്ട് പരിചയം. നീ എന്താ വാക്കുകൾ വളച്ചൊടിക്കുന്നെങ്കിലേ? നീ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറ. അല്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അച്ചായനെ പരിചയം കാണത്തില്ല, അച്ചായനെ സ്വന്തം അഭിപ്രായത്തിൽ കൊണ്ടുവന്നാണെന്ന് പറയും. മാരാറ് ചിലപ്പോ അങ്ങനെ ആയിരിക്കണം, പക്ഷെ ഞാൻ അങ്ങനെയല്ല മാരാറ. ഞാൻ എന്റെ നിരപരാധിത്വം ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു ഓൾറെഡി.
നിരപരാധിത്വമൊന്നുമില്ല. ഇത് കൃത്യമായിട്ട് പൊളിയുന്ന കാര്യം തന്നെ ഉള്ളൂ നീ പറഞ്ഞത്. ശരി, ഞാൻ വിനുവിനോട് സത്യസന്ധമായി നിന്നെ ന്യായീകരിച്ചുകൊണ്ടാണ് ഞാൻ വിനുവിനോട് സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോഴാ വിനു എന്നോട് പറഞ്ഞത് അഖില പൈസ എല്ലാവർക്കും നീ ആവശ്യപ്പെട്ടത് ഫ്രീ ആയിട്ട്. ഞാൻ ആരോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല അഖിലേ, ഞാൻ ആരോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇത് നേരത്തെ ഞാൻ പറയുന്ന കാര്യം തന്നെയല്ലേ. ഞാൻ 10 പൈസ വാങ്ങിയിട്ടുമില്ല, ആരോടൊന്നും ആവശ്യപ്പെട്ടിട്ടുമില്ല. മനസ്സിലായോ? നീ ഇപ്പൊ പറയും അച്ചായനാണ് ആവശ്യപ്പെട്ടത്. ചിലപ്പോ അച്ചായനായിരിക്കും പുള്ളിയുടെ. എനിക്കറിയില്ല. അവര് തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അവര് ആവശ്യപ്പെടുന്നോ ഇല്ലോ, അതെല്ലാം അവരെ പേഴ്സണൽ കാര്യമല്ലേ. പ്ലാറ്റ്ഫോം രണ്ടായാലും യൂസ് ചെയ്ത പോട്ടെ. അന്ന് ജിൻഡോന്റെ ഫ്രണ്ടാണ് അച്ഛൻ. ഇന്ന് അനീഷ് ചേട്ടന്റെ ഈ അനീഷ് എന്ന് പറയുന്ന ആളുടെ ആരാണ് എന്റെ ഫ്രണ്ട്? അനീഷുമായിട്ട് എന്തൊക്കെ ഒരു കണക്ഷൻ ഞാനുമായിട്ട് ഒന്ന് മുട്ടിച്ചേരാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇപ്പൊ അനീഷുമായിട്ടുള്ള സംഭവം പറഞ്ഞല്ലോ, അനീഷുമായിട്ട് ഫ്രണ്ട്ഷിപ്പോ പൈസയോ ഏതെങ്കിലും ഒരു ബന്ധത്തിലോ ഒന്ന് മുട്ടിച്ചേരാൻ പറ്റുമോ നിങ്ങൾക്ക്? മൂന്ന് കാരണങ്ങളാൽ ഇത് നിങ്ങൾ ഈ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് ഇരിക്കും വെറുതെ. അത് പറയണായിരുന്നു, അങ്ങനെ പറയണായിരുന്നു. അല്ലാണ്ട് ഞാൻ അതാണ് പറഞ്ഞത്. ആദ്യം അങ്ങനെ പറഞ്ഞു, ശരിയാ. ആദ്യം പറഞ്ഞു ഒന്നുകിൽ പൈസ ആയിരിക്കാം അല്ലെങ്കിൽ ദേഷ്യമായിരിക്കാം, ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ജിൻഡോന്റെ തൊപ്പി പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെയാണ് എനിക്ക് പൊട്ടിയത്. പറഞ്ഞല്ലോ, അത് PR ചെയ്ത ഒരാൾ എന്നോട് അങ്ങനെ പറഞ്ഞു. അത് ഞാൻ നിന്നോടും പറഞ്ഞു. ഇന്ന ആളാണ് എന്നോട് പറഞ്ഞത്. നീ അയാളെ വിളിച്ച് സംസാരിച്ചു. അയാൾ നിന്നോടൊരു മറുപടി പറഞ്ഞു കാണും. ഞാൻ അയാളെ വിളിച്ച് സംസാരിച്ചു. എന്നോട് എന്തിനാണ് പൈസ കൊടുത്തു എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു പൈസ ആയിരുന്നില്ല. കുറച്ച് നേരത്തെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് അഖില. ഇപ്പൊ അങ്ങനെ ആയോ? കുറച്ച് നേരത്തെ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. എന്ത് പറഞ്ഞെന്ന്? കുറച്ച് നേരത്തെ പൈസ വാങ്ങിയെന്നുള്ളതിനല്ലോ. അല്ല അഖില, ഒരു അരമണിക്കൂറല്ല, ഒരു 15 മിനിറ്റ് മുമ്പ് നമ്മൾ കോളില് അഖില കേക്ക് 15 മിനിറ്റ് മുമ്പ് നമ്മൾ കോളില് അഖില എന്താ പറഞ്ഞാ അറിയോ? വിനു പറഞ്ഞു തൊപ്പി പൈസ വാങ്ങി. വിനു പറഞ്ഞു ക്ലിയർ കട്ടായിട്ട് പറഞ്ഞ അഖില് ഇപ്പൊ പറയുന്നു പൈസ ആയിരുന്നില്ല വാർട്ടർ. ഇപ്പൊ അങ്ങനെ ആയോ? എടാ, നിങ്ങൾക്കല്ലേ തലക്ക് വെളിവ്. നിങ്ങൾക്ക് തലക്ക് നല്ല വെളിവ് കൂടുതലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം നന്നായിട്ട് കൺവിൻസ് ചെയ്യാൻ അറിയാം, നന്നായിട്ട് വളച്ചൊടിക്കാനും അറിയാം. നീ പറയുന്നത് ആദ്യം നീ ഒന്ന് മനസ്സുകൊണ്ട് കേക്കടാ. നീ ആ കമന്റ് സെക്ഷൻ വിട്ടിട്ട് നീ ഞാൻ പറയുന്നത് ആദ്യം കേക്ക്. ബിനു എന്നോട് വൈകിട്ട് പറഞ്ഞപ്പോൾ സംസാരിച്ച കാര്യമാണ് പൈസ വാങ്ങിയത്. ആണോ? പൈസ വാങ്ങിയത് ആണോ? അതൊന്ന് സമ്മതിക്ക്. പൈസ വാങ്ങിയത് വിനു പറഞ്ഞു എന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞോ? ഇത് തന്നല്ലേ ഞാൻ കുറെ നേരം അതുകൊണ്ടല്ലേ ഞാൻ വിനുവിനോട് വിളിച്ച് ചോദിച്ചപ്പോൾ വിനു പറഞ്ഞു പൈസ വാങ്ങിയെന്നുള്ള കാര്യം. പൈസ വാങ്ങിയെന്ന് അഖിലിനോട് പറഞ്ഞിട്ടില്ല എന്ന് വിനു പറഞ്ഞു. പക്ഷെ അഖിൽ നേരത്തെ പറഞ്ഞു വിനു പറഞ്ഞു പൈസ വാങ്ങിയും അല്ലേ? ഞാനിപ്പോഴേ നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് എന്റെ മനസ്സിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത തൊപ്പി എന്ന് പറയുന്ന ഒരാൾക്കെതിരെ ഈ ഒരു ആരോപണം ഉണ്ടെങ്കിൽ എനിക്ക് വല്ല ഭ്രാന്തുകൊണ്ടോ? ഭ്രാന്തല്ല, ഇതെല്ലാരും ചെയ്യുന്ന കാര്യമാണ്. നീ ഫീൽഡ് ഔട്ട് ആകുന്ന എല്ലാവന്മാരും ചെയ്യുന്ന പരിപാടിയത്. എനിക്ക് ഇതിന്റെ പേരിൽ എനിക്ക് കുറെ നിന്നോട് കൊണക്കാൻ താല്പര്യമില്ല. നിന്നോടുള്ള റെസ്പെക്റ്റും പോയി. നീ നേരത്തെ തൊലിച്ച് കൊരച്ച് എന്നുള്ള വാക്കുകൾ പറയുമ്പോഴേ നീ താന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഓക്കെ, ആ മുകളിൽ കണ്ട ആള് ഓൾറെഡി താന്ന് കഴിഞ്ഞു. ആള് അല്ല എങ്ങനെ? ഓക്കെ, ഞാൻ കണ്ടന്റ് ഉണ്ടാക്കുന്നത് വാട്ടവർ നിങ്ങൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞുണ്ടായിക്കോ. ശരി അഖിലെ, ഞാൻ നിന്നെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നത് അങ്ങനെ തന്നെ നീ വിചാരിച്ചോ? ഓക്കെ ശരി, നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞുണ്ടാക്ക്. നാളെ മുതൽ ഒരാഴ്ച എല്ലാ ദിവസവും എന്റെ പേരും പറഞ്ഞ് വിറ്റ് വീട്ടിലേക്ക് അരി വാങ്ങിക്കോ. ശരി കേട്ടാ? ഒന്ന് പോയടാ. ലൂപ്പ ഇങ്ങനെ കൺവിൻസ് ചെയ്യാൻ ഭയങ്കര സ്കില്ലാണ് കേട്ടോ. നമ്മള് കണ്ടന്റ് വേണ്ടി തിരിച്ചു വിളിച്ചാരാ കണ്ടന്റ് വേണ്ടിട്ട്? ഞാൻ ലൈവ് കാണുന്നില്ല കേട്ടോ. ഇപ്പോഴും കണ്ടോണ്ടിരിക്കുക. ചീട്ട് കേറിയല്ലോ. സൗണ്ട് ഓക്കെ ചാറ്റ്. ഇടക്കിടക്ക് ഞാൻ ഈ സംസാരത്തിനിടയിലേക്ക് കൊണ്ട് സൗണ്ട് ഒന്നും നോക്കാൻ പറ്റില്ല. സൗണ്ട് ഓക്കെ ചാറ്റ് ഇപ്പൊ ഓക്കെ ആണെങ്കിൽ എല്ലാരും ഓക്കെ സ്പാം ചെയ്താ. അപ്പൊ ഇയാളല്ലേ ഇങ്ങനെയല്ല ശരിക്ക്? പിന്നല്ലാണ്ട് ഞാൻ സത്യം പറയാം ഭയങ്കര പ്രതിബദ്ധ സമൂഹത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇത്രയും കാലം വിചാരിച്ചത്. അഖില് PR ആണോ അല്ലയോ എന്നൊന്നും നമ്മക്കറിയേണ്ട കാര്യമില്ല. നമ്മളെ ഇതിലേക്ക് വലിച്ചയച്ചു, മനസ്സിലായി? അവിടെയാണ് പ്രശ്നമാണത്, മനസ്സിലായി? ഞാൻ ആരോടും 10 പൈസ ഇങ്ങോട്ട് വാങ്ങിയിട്ടില്ല. ഓക്കെ, അത് ഞാൻ ഇപ്പോഴും ഉറപ്പായിട്ട് ഞാൻ പറയാം. ആരോടും ഞാൻ പൈസ വാങ്ങിയിട്ടില്ല. ഓക്കെ, ഈ അച്ചായൻ ആ സമയത്ത് ജിൻഡോ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ മാത്രം ഞാൻ ജിൻഡോനെ അവിടെ സപ്പോർട്ട് ചെയ്തു. ഇപ്രാവശ്യം ആരും പറഞ്ഞിട്ടല്ല, ഞാൻ എൻ്റെ സ്വന്തം തീരുമാനത്തിലാണ് ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അവസാനം അനീഷ് ലൈവിൽ വരുമെന്ന് വിചാരിച്ചിട്ടല്ലേ ഇപ്പം ഇത് പറയുന്നത്. ഇനിയിപ്പോൾ അനീഷ് ലൈവിൽ വന്നാലും അങ്ങനെ ഒരു ഇത് വരും. ഇതിപ്പോൾ ഇന്നലെ സീക്രട്ട് ഏജന്റ് പറഞ്ഞ പോലെ തന്നെ ഓരോ സാധനങ്ങൾ വരുമ്പോൾ മനസ്സിലായി, ഓരോ സാധനങ്ങൾ വരുമ്പോഴും ഇങ്ങനത്തെ
ഈ കഥകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും, മനസ്സിലായോ? ഓക്കെ ഗൈസ്, let's continue the normal stream. Okay, ഇന്ന് മൊത്തം കോൺട്രവേഴ്സി, അടി ഇടി വഴക്ക് ഒച്ചപ്പാട് ആ ലെവലിലേക്ക് കാര്യങ്ങൾ പോയി. നമുക്ക് നോർമൽ സ്ട്രീമിലേക്ക് ഒരു തിരിച്ചു വരവ് എനിക്ക് തോന്നില്ല മുത്തേ. ഇനി ഒരു നോർമൽ സ്ട്രീമിലേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. അറിയില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ മൊത്തം തീർക്കും. വേറെ എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ പറഞ്ഞ പിന്നെ ഇന്നൊരു കോൺട്രവേഴ്സി ലൈവ് ഇങ്ങനത്തെ ഇൻവൈറ്റ് മല്ലു ട്രാവലർ ലൈവാ. മല്ലുവിനെ വിളിക്കണോ? വേണ്ട, ഞാൻ ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് കണ്ടോളാം.